शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराड् तेने ब्रह्म हृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मप्रोज्झितकैतवोऽत्र परमो निर्मल्स्वराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं बलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडशात्मकः सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय। ओं नमो नारायणाय। ओं श्री गुरुवायूरप्पा शरणं। श्री गुरुवायूरप्पा शरणं। श्री गुरुवायूरप्पा शरणं।
ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ചതുർത്ഥ സ്കന്ധം അവസാന ഭാഗമാണിനി കാണാനുള്ളത്. 49-ാം ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇന്ന് നമുക്ക് 17-ാം ശ്ലോകം മുതൽ വായിക്കാം. അത്രിയുടെ കഥ ഒന്നുകൂടെ വായിച്ചിട്ട് എനിക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പ്രഥമോऽധ്യായഃ. മൈത്രേയ ഉവാച. ബ്രഹ്മണാനോദിതസൃഷ്ടൗ അത്രിർബ്രഹ്മവിദാംബരഃ സഹ പത്ന്യാ യയൗ വൃക്ഷം കുലാദ്രിം തപസി സ്ഥിതഃ. തസ്മിൻ പ്രസൂനസ്തബകപലാശാശോകകാനനെ വാർഭിഃ സ്രവദ്ഭിരുദ്ഗുഷ്ടേ നിർവിന്ധ്യായാ സമന്തതഃ. പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനിഃ അതിഷ്ഠത് ഏകപാദേന നിർദ്വന്ദ്വോ അനിലഭോജനഃ. ശരണം തം പ്രപദ്യേഹം യയേവ ജഗദീശ്വരഃ പ്രജാം ആത്മസമാം മഹ്യം പ്രയച്ഛതു ഇതി ചിന്തയൻ. തപ്യമാനം ത്രിഭുവനം പ്രാണായാമൈതസാഗ്നിന നിർഗതേന മുനേർമൂർധ്നഃ സമീക്ഷ്യ പ്രഭവസ്ത്രയഃ. അപ്സരോ മുനിഗന്ധർവസിദ്ധവിദ്യാധരോരഗൈഃ വിതായമാന യശസഃ തദാശ്രമപദം യയുഃ. തൽപ്രാദുർഭാവസംയോഗ വിദ്യോദിതമനാ മുനിഃ ഉത്തിഷ്ഠൻ ഏകപാദേന ദദർശ വിബുദർശഭാൻ. പ്രണമ്യ ദണ്ഡവദ്ഭൂമൗ ഉപതസ്ഥർഹണഞ്ജലിഃ വൃഷഹംസ സുപർണസ്താൻ സ്വൈശ്ചിഹ്നൈശ്ച ചിഹ്നിതാൻ. കൃപാവലോകേന ഹസദ്വദനേന ഉപലംബിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമീല്യ മുനിരക്ഷിണി. ചേതസ്തൽപ്രവണം യുഞ്ജൻ അസ്താവീൽ സംഹതാഞ്ജലിഃ ശ്ലക്ഷ്ണയാ സൂക്തയാ വാചാ സർവലോകഗരീയസഃ. അത്രിരുവാച. വിശ്വോദ്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനൈഃ മായാഗുണൈരനുയുഗം വിഗൃഹീതദേഹാഃ തേ ബ്രഹ്മവിഷ്ണുഗിരിശാഃ പ്രണതോസ്മ്യഹം വഃ തേഭ്യഃ കയേവ ഭവതാം മയിഹോ ബഹൂതഃ. ഏകോമയേഹ ഭഗവാൻ വിവിധപ്രദാനൈഃ ചിത്തീകൃതഃ പ്രജനനായ കഥം नु യൂയം അത്രാഗതാസ്തനുഭൃതാം മനസോഭിദൂരാ ബുഭ്രൂത പ്രസീദത മഹാനിഹ വിസ്മയോ മേ. മൈത്രേയ ഉവാച. ഇതി തസ്യ വചഃ ശ്രുത്വാ ത്രയസ്തേ വിബുദർശഭാഃ പ്രത്യാഹുശ്ലക്ഷ്ണയാ വാചാ പ്രഹസ്യതം ഋഷിം പ്രഭോ. ദേവാ ഊജുഃ. യഥാ കൃതസ്തേ സങ്കൽപ്പോ ഭാവ്യം തേനൈവ നാന്യതാ സൽസങ്കൽപ്പസ്യ തേ ബ്രഹ്മൻ യദ്വൈ ധ്യായതി തേ വയം. അദാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാഃ ഭവിതാരോംഗഭദ്രം തേ വിസ്രപ്സ്യന്തി ച തേ യശഃ. ഏവം കാമവരം ദത്വാ പ്രതിജഗ്മുഃ സുരേശ്വരാഃ സഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷതോസ്തതഃ. സോമോഭൂത് ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത് ദുർവാസാ ശങ്കരസ്യാംശോ നിബോധ അംഗിരസഃ പ്രജാഃ. ശ്രദ്ധാ ത്വംഗിരസഃ പത്നി ചതസ്രോ സൂതകന്യകാഃ സിനീവാലീകുഃ രാഗാ ചതുർത്ഥി അനുമതിസ്തദാ. തൽപുത്രൗ അപരൗ ആസ്താം ഖ്യാതൗ സ്വാരോജിഷേന്ദരേ ഉതത്യോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ഠശ്ച ബൃഹസ്പതിഃ. പുലസ്ത്യോ ജനയത് പത്ന്യാം അഗസ്ത്യം ച ഹവിർഭുവി സോ അന്യജന്മനി ദഹ്രാഗ്നിഃ വിസ്രവാശ്ച മഹാതപാഃ. തസ്യ യക്ഷപതിർദേവഃ കുബേരസ്ത്രിടവിടാസുതഃ
രാവണകുംഭകർണശ്ച തദാന്യസ്യാം വിഭീഷണഃ പുലഹസ്യ ഗതിർഭാര്യാ ത്രീൻ അസൂത സതീസുതാൻ കർമ്മശ്രേഷ്ഠം വരീയാംസം സഹിഷ്ണും ച മഹാമതേ ക്രതോരപി ക്രിയാ ഭാര്യാ ബാലഖില്യാൻ അസൂയത ഋഷീൻ ഷഷ്ടിസഹസ്രാണി ജ്വലതോ ബ്രഹ്മതേജസാ ഊർജായാം ജജ്ഞിരേ പുത്രാവശിഷ്ടസ്യ പരന്തപ ചിത്രകേതു പ്രധാനാസ്തേ സപ്ത ബ്രഹ്മർഷയോ മലാഃ ചിത്രകേതുസുരോജിശ്ച വിരജാമിത്രയേവ ച ഉൽബണോ വസുഭൃദ്യാനോ ദ്യുമാൻ ശക്ത്യാദയോ അപരേ ചിത്തിസ്ത്വദർവണഃ പത്നീ ലേഭേ പുത്രം ധൃതവ്രതം ദദ്യഞ്ചം അശ്വശിരസം ഭൃഗോർവംശം നിബോധമേ ഭൃഗുഖ്യാത്യാം മഹാഭാഗഃ പത്ന്യാം പുത്രാനജീജനത് ധാതാരം ച വിധാതാരം ശ്രിയം ച ഭഗവൽപരാം ആയതിം നിയതിം ചൈവ സുതേ മേരുസ്തയോരദാത് താഭ്യാം തയോരഭവതാം മൃഗണ്ഡഃ പ്രാണയേവ ച മാർക്കണ്ഡേയോ മൃഗണ്ഡസ്യ പ്രാണാദ്വേദശിരാ മുനിഃ കവിശ്ച ഭാർഗവോ യസ്യ ഭഗവാൻ ഉശനാസുതഃ തയേതേ മുനയക്ഷത്തഃ ലോകാൻ സർഗൈരഭാവയൻ ഏഷ കർദമദൗഹിത്രസന്ധാനഃ കഥിതസ്തവ ശൃണ്വത ശ്രദ്ദദാനസ്യ സദ്യഃ പാപഹരഃ പരഃ പ്രസൂതിം മാനവീം ദക്ഷഃ ഉപയേമേ ഹ്യജാത്മജഃ തസ്യാം സസർജദുഹിതൃഃ ഷോഡശാമലലോചനാഃ ത്രയോദശാദാദ്ധർമായ തദാ ഏകാം അഗ്നയേ വിഭുഃ പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവായൈകാം ഭവച്ഛിതേ ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തിഃ തുഷ്ടി പുഷ്ടി ക്രിയോന്നതിഃ ബുദ്ധിർമേധാ തിതിക്ഷാ ഹ്രീഃ മൂർത്തിർധർമ്മസ്യ പത്മയഃ. ഇന്നലെ ഇതുവരെയാണ് പറഞ്ഞത്. ബാക്കിയുള്ളതും കൂടി വായിക്കാം. ശ്രദ്ധാസൂത ശുഭം മൈത്രി പ്രസാദം അഭയം ദയാ ശാന്തി സുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടിരസൂയത യോഗം ക്രിയോന്നതിർദർപ്പം അർത്ഥം ബുദ്ധിരസൂയത മേധാ സ്മൃതിം തിതിക്ഷാതു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം മൂർത്തി സർവഗുണോത്പത്തി നരനാരായണോ ഋഷി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. യയോർജന്മന്യതോ വിശ്വം അഭ്യനന്ദത് സുനിർവൃതം മനാംസി കകുപോ വാദാഃ പ്രസേദുസ്സരിതോദ്രയഃ ദിവി അവാദ്യന്തതൂര്യാണി പേതുഃ കുസുമവൃഷ്ടയഃ മുനയസ്തുഷ്ടുവുസ്തുഷ്ടാഃ ജഗുർഗന്ധർവകിന്നരാഃ നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യഃ ആസീത് പരമമംഗളം ദേവാ ബ്രഹ്മാദയഃ സർവേ ഉപതസ്തുർ അഭിഷ്ടവൈഃ ദേവാ ഊജുഃ യോ മായയാ വിരചിതം നിജയാത്മനീദം ഖേരൂപഭേദമിവ തൽപ്രതിചക്ഷണായ ഏതേന ധർമ്മസദനേ ഋഷിമൂർത്തിനാദ്യ പ്രാദുശ്ചകാര പുരുഷായ നമഃ പരസ്മൈ. സോയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന നഃ സുരഗണാൻ അനുമേയ തത്വഃ ദൃശ്യാദബ്രകരുണേന വിലോകനേന യത് ശ്രീനികേതമമലം ക്ഷിപതാരവിന്ദം. ഏവം സുരഗണൈസ്താത ഭഗവന്തൗ അഭിഷ്ടുതൗ ലബ്ധാവലോകൈര്യയതുഃ അർച്ചിതൗ ഗന്ധമാദനം തൗ ഇമൗ വൈ ഭഗവതോ ഹരേരംശൗ ഇഹാഗതൗ ഭാരവ്യയായ ച ഭുവഃ കൃഷ്ണൗ യദുഗുരുദ്വഹൗ സ്വാഹാഭിമാനിനശ്ചാഗ്നേഃ ആത്മജാൻ ത്രീൻ അജീജനത് പാവകം പവമാനം ച ശുചിം ച ഹുതഭോജനം തേഭ്യോ അഗ്നയഃ സമഭവൻ ചത്വാരിംശച്ച പഞ്ച ച തയേവൈകോപന ഏകോന പഞ്ചാശത് സാകം പിതൃപിതാമഹൈഃ വൈതാനികേ കർമ്മണി യത് നാമഭിർബ്രഹ്മവാദിഭിഃ ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേ അഗ്നയസ്തുതേ അഗ്നിഷ്വാത്താ ബർഹിഷദഃ സൗമ്യാ പിതര ആജ്യപാഃ സാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണീ സ്വധാ. തേഭ്യോ ദദാര കന്യേ ദ്വേ വയുനാം ദാരിണീം സ്വദാ ഉഭേതേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ.
ഭവസ്യ പത്നീ തു സതി ഭവം ദേവമനുവ്രത ആത്മനഃ സദൃശം പുത്രം ന ലേഭേ ഗുണശീലതഃ പിതര്യപ്രതിരൂപേ സ്വേ ഭവായാനാഗസേരുഷ അപ്രൗഢൈവാത്മനാത്മാനം അജഹാത് യോഗസംയുത. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ വിദുരമൈത്രേയ സംവാദേ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ചതുർത്ഥ സ്കന്ധത്തിൽ മനുവംശം വർണ്ണിക്കുകയാണ്. അതിൽ സ്വയംഭൂ മനുവിൻ്റെ 3 പെൺകുട്ടികൾ ആകൂതി, ദേവഹൂതി, പ്രസൂതി. ആകൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. യജ്ഞൻ എന്ന പുത്രനെ മനു ദത്തെടുത്തു. ദക്ഷിണ എന്ന ലക്ഷ്മി ദേവിയുടെ അംശത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ 2 ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ദേവഹൂതിയുടെ വംശം, ദേവഹൂതിയുടെ 9 പെൺകുട്ടികൾ ആരാരെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവഹൂതിയുടെ മൂത്ത മകൾ കലയെ അങ്കിരസ് വിവാഹം കഴിച്ചു എന്നും മരീചി വിവാഹം കഴിച്ചു കലയെ. ആ മരീചിക്ക് കശ്യപനും പൂർണിമാവും 2 പുത്രന്മാരുണ്ടായി. കശ്യപന്റെ വംശം ഷഷ്ഠസ്കന്ധത്തിൽ പറയും. പൂർണിമാവിന് വിരജം, വിശ്വകൻ, ദേവകുല്യ എന്നിങ്ങനെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടികളുണ്ടായി. അതിൽ ദേവകുല്യ തന്നെയാണ് ഗംഗാദേവി എന്നും പറഞ്ഞു. പിന്നീട് അത്രി അനസൂയയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആ അത്രിക്കും അനസൂയയ്ക്കും ത്രിമൂർത്തികൾ തന്നെ അംശം കൊണ്ട് മക്കളായി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട വിതുരന് മൈത്രേയ മഹർഷി ആ കഥ വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. ബ്രഹ്മദേവനാൽ പ്രേരിതനായ അത്രി വൃക്ഷപർവ്വതത്തിൽ ചെന്ന് ഒറ്റക്കാലിൽ നിന്ന് 100 വർഷം തപസ്സനുഷ്ഠിച്ചതും ഏകനായ ജഗതീശ്വരൻ അദ്ദേഹത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അദ്ദേഹത്തിന് തുല്യനായിട്ടുള്ള പുത്രനെ എനിക്ക് വേണം എന്നുള്ള സങ്കല്പത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട് ലോകം മുഴുവൻ ശ്വാസം മുട്ടിയപ്പോൾ ത്രിമൂർത്തികൾ തന്നെ അവരവരുടെ വാഹനങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷമായി. കണ്ണു തുറന്ന് കണ്ടതായിട്ടുള്ള അദ്ദേഹം 3 പേരെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ, നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാണാൻ കിട്ടുന്നവരല്ലല്ലോ, എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ 3 പേരും വന്നു? ഞാൻ ഒരാളെയാണല്ലോ വിളിച്ചത് എന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞപ്പോൾ അവർ 3 പേരും കൂടി പറഞ്ഞു, അങ്ങ് എന്താണോ സങ്കല്പിച്ചത് അതുപോലെ ആവണ്ടേ അങ്ങയുടെ ലാഭവും ഫലവും. അപ്പം അതിനുവേണ്ടിയാണ് ഞങ്ങൾ 3 പേരും കൂടി വന്നത്. വാസ്തവത്തിൽ ഞങ്ങൾ 3 അല്ല 1 തന്നെയാണെന്നുള്ള തത്വമാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. അങ്ങേക്ക് ഞങ്ങൾ 3 പേരുടെയും അംശത്തിൽ നിന്ന് 3 സന്തതികളുണ്ടാവും എന്ന് പറഞ്ഞവർ അനുഗ്രഹിച്ചു പോയി. ആ അത്രിക്കും അനസൂയയ്ക്കും 3 സന്തതികളുണ്ടായി. ബ്രഹ്മദേവനിൽ നിന്ന് സോമൻ എന്ന ചന്ദ്രനും, വിഷ്ണുവിൽ നിന്ന് ദത്താത്രേയനും, രുദ്രനിൽ നിന്ന് ദുർവാസാവും അംശം കൊണ്ട് അത്രിക്കും അനസൂയയ്ക്കും മക്കളായി ജനിച്ചു. ഇത് മിനിഞ്ഞാന്നും പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ എടുത്തത് 34-ാം ശ്ലോകം മുതൽക്കാണ്. അങ്കിരസിന്റെ പ്രജകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അങ്കിരസ് ശ്രദ്ധയെയാണ് വിവാഹം കഴിച്ചത്. 4 കന്യകമാരെ പ്രസവിച്ചു. അത് അമാവാസിയുടെയും ചതുർദശിയുടെയും കറുത്തപക്ഷ ചതുർദശിയുടെയും അതുപോലെ വെളുത്തപക്ഷ ചതുർദശിയുടെയും പൗർണമിയുടെയും ദേവതകളായിരുന്നു സിനി, വാലി, കുഹു, രാഗ, അനുമതി എന്നിങ്ങനെയുള്ള 4 പേരോട് കൂടിയിട്ട്. ഈ അങ്കിരസിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഉദത്യനും ബൃഹസ്പതിയും. പിന്നീട് പുലസ്ത്യന്റെ കഥ പറഞ്ഞു.
ഹവിർബു എന്ന പത്നിയെയാണ് പുലസ്ത്യൻ വിവാഹം കഴിച്ചത്. ആ ഹവിർബുവിൽ പുലസ്ത്യൻ അഗസ്ത്യനെ ജനിപ്പിച്ചു. ആ അഗസ്ത്യൻ മറ്റൊരു ജന്മത്തിൽ വാതാപിയെ ദഹിപ്പിക്കുന്ന ജഠരാഗ്നിയായി ഭവിക്കും എന്നൊക്കെ സൂചിപ്പിച്ചു. പിന്നെ ആ പുലസ്ത്യന് തന്നെ ഇടവിടയുടെ പുത്രനായി പുലസ്ത്യന് ഹവിർബുവിൽ തന്നെ വിസ്രവസ് എന്നൊരു പുത്രനും ഉണ്ടായി. ആ വിസ്രവസ്സിനാണ് പിന്നീട് ഇടവിടയിൽ യക്ഷപതിയായ കുബേരൻ പുത്രനായി ഉണ്ടായി. കൈകസി അല്ലെങ്കിൽ കൈകസി നന്ദനായി രാവണനും കുംഭകർണനും വിഭീഷണനും പുത്രന്മാരായിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് പുലഹന്റെ ഭാര്യയായി ഗതി, അവർക്ക് 3 പുത്രന്മാരുണ്ടായി. കർമ്മശ്രേഷ്ഠൻ, വരിയാൻ, സഹിഷ്ണു എന്നിങ്ങനെ. ക്രതുവിന്റെ ഭാര്യയാണ് ക്രിയ. അവരുടെ പുത്രന്മാരായി 60,000 ഋഷിമാര്, ബാലക്കില്യന്മാര് എന്നുള്ളതായിട്ടുള്ള ബ്രഹ്മതേജസ്വികളായ ഋഷിമാരുണ്ടായി എന്ന് പറഞ്ഞു. അതുപോലെ വസിഷ്ഠൻ ഊർജയെ വിവാഹം കഴിച്ചു. അവർക്ക് ചിത്രകേതു പ്രധാനന്മാരായിട്ടുള്ള നിർമ്മലന്മാരായ 7 ബ്രഹ്മർഷിമാരുണ്ടായി. അവര് അടുത്ത മൂന്നാമത്തെ മന്വന്തരത്തിൽ സപ്തർഷികളായി തീരും. അവരുടെ പേരുകൾ പറഞ്ഞു: ചിത്രകേതു, സുരോജിസ്, വിരജൻ, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ. പിന്നെ വസിഷ്ഠന് വേറൊരു പുത്രനാണ് ശക്തി. അതുപോലെ അപരന്മാർ മറ്റുള്ളവരും ഉണ്ട്. പിന്നീട് അഥർവാവിന്റെ ഭാര്യയായി ചിത്തി. അദ്ദേഹത്തിന് പുത്രനായിട്ട് ദദ്യങ് എന്ന് പറഞ്ഞ പുത്രൻ, കുതിരത്തലയോടുകൂടിയവൻ എന്ന് പറഞ്ഞു. പിന്നീട് ഭൃഗുവിന്റെ വംശം പറയാം എന്ന് പറഞ്ഞ് ഭൃഗുവിന്റെ ഭാര്യയാണ് ഖ്യാതി. ദാതാവ്, വിദാതാവ് എന്നുള്ള പുത്രന്മാരെയും ശ്രീ അഥവാ ലക്ഷ്മി ദേവിയെയും ഭൃഗു ജനിപ്പിച്ചു. ഇനി ദാതാവിനും വിദാതാവിനും പുത്രന്മാരായി മൃഗണ്ഡൻ, പ്രാണൻ എന്നിവർ ഉണ്ടായി. ആയതിയും നിയതിയും ദാതാവിന്റെയും വിദാതാവിന്റെയും ഭാര്യമാരായിരുന്നു. അവരിൽ മൃഗണ്ഡനും പ്രാണനും പുത്രന്മാരായി ഉണ്ടായി. ആ മൃഗണ്ഡന്റെ പുത്രനായി മാർക്കണ്ഡേയൻ ഉണ്ടായി. പ്രാണനിൽ നിന്ന് വേദശിരസ് എന്ന മുനിയും ഉണ്ടായി. പിന്നെ ഭൃഗുവിൽ നിന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു പുത്രനാണ് കവി. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഉശനസ് എന്നറിയപ്പെടുന്ന ശുക്രാചാര്യൻ. അപ്പൊ ഭൃഗുവിന്റെ വംശത്തിലാണ് ശുക്രാചാര്യർ ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചു. ഇങ്ങനെ ഈ 9 ബ്രഹ്മർഷിമാർ കർദമ പ്രജാപതിയുടെ 9 മക്കളെ വിവാഹം കഴിച്ച് ലോകത്തെ മുഴുവൻ സൃഷ്ടി കൊണ്ട് നിറച്ചു. ഏതൊരു കർദമന്റെ പുത്രിമാരുടെ സന്താനങ്ങളെക്കുറിച്ച് കേൾക്കുന്നുവോ ശ്രദ്ധയോട് കേൾക്കുന്നവരുടെ പാപങ്ങൾ പെട്ടെന്ന് തന്നെ നശിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് 46-ാം ശ്ലോകത്തോടെ കർദമ പ്രജാപതിയുടെ 9 മക്കളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം മനുവിന്റെ ഒടുക്കത്തെ മകളായ പ്രസൂതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പ്രസൂതി എന്ന മാനവിയെ, മനുവിന്റെ പുത്രിയെ ദക്ഷൻ ഉപയമിച്ചു. ബ്രഹ്മപുത്രനായ അജാത്മജനായ ദക്ഷൻ. ആ പ്രസൂതിയിൽ ഷോഡശ അമലലോചനാഹ ദുഹിതൃഹ് സസർജ, 16 നിർമ്മലമായ കണ്ണുകളോടുകൂടിയവരായ കന്യകമാരെ അദ്ദേഹം ജനിപ്പിച്ചു. പ്രസൂതി 16 പ്രസവിച്ചു എന്നർത്ഥം. പ്രസൂതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രസവിക്കുന്നവൾ എന്നർത്ഥം കൂടിയുണ്ട്. പ്രസവം, പ്രസവിക്കുന്നവൾ. അപ്പൊ 16 പ്രസവിച്ചവളാണ് പ്രസൂതി. അതിൽ 13 പേരെ ത്രയോദശ അതതാത് ധർമായ, ധർമ്മൻ എന്ന പ്രജാപതിക്ക് 13 പേരെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരുവളെ അഗ്നിക്കും ഒരുവളെ പിതൃക്കൾക്കും ഭവനായിക്കൊണ്ട് അവസാനത്തെ പുത്രിയെയും കൊടുത്തു. സംസാരനാശകനായ മഹാദേവന് 16-ാമത്തെ പുത്രിയെയും കൊടുത്തു. അപ്പൊ അതിൽ ധർമ്മന് കൊടുത്ത 13 പേരുടെ പേര് പറഞ്ഞു.
ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി ഇവരെല്ലാം ധർമ്മന്റെ പത്നിമാരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 49-ാം ശ്ലോകം, നമ്മൾ ഇന്നലെ 49-ാം ശ്ലോകത്തിലാണ് നിർത്തിയത്. അതിനെ തുടർന്ന് ധർമ്മന് ഉണ്ടാകുന്ന സന്തതികളെക്കുറിച്ച് പറയണം, ചുരുക്കി പറയണം. ധർമ്മന്റെ 13 ഭാര്യമാരിൽ ആർക്കൊക്കെ ഏതേത് പുത്രന്മാരുണ്ടായി എന്ന് ഓടിച്ച് പറയുകയാണ്. എല്ലാവർക്കും പുത്രന്മാരുണ്ടായതോ വർണ്ണിക്കുന്നില്ലെങ്കിലും ചില വിശേഷപ്പെട്ട പുത്രന്മാരെങ്കിലും പറയണം എന്നുള്ളത് കൊണ്ട് 13 ഭാര്യമാരിൽ ആർക്കൊക്കെയാണ് പുത്രന്മാരുണ്ടായത്, വിശേഷപ്പെട്ടവര്, അവരെടുത്ത് പറയുന്നു. ശ്രദ്ധ, അസൂത, ശുഭം, മൈത്രി, പ്രസാദം, അഭയം, ദയാ, ശാന്തി, സുഖം, മുദം, തുഷ്ടി, സ്മയം, പുഷ്ടി, അസൂയത, യോഗം, ക്രിയാ ഉന്നതിർ, ദർപ്പം, അർത്ഥം, ബുദ്ധി, അസൂയത, മേധാ, സ്മൃതിം, തിതിക്ഷാതു, ക്ഷേമം, ഹ്രീഹി, പ്രശ്രയം, സുതം. 12 മക്കളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ മക്കളുണ്ടായതായിട്ടാണ് പറയുന്നത്. 12 ധർമ്മപത്നിമാര്, അവർക്കെല്ലാം ഉണ്ടായ ഓരോ പുത്രന്മാരെ കുറിച്ച് പറയണം. അപ്പോ ആദ്യത്തെ ഭാര്യയുടെ പേര് ശ്രദ്ധ. ധർമ്മന്റെ മൂത്ത ഭാര്യ ശ്രദ്ധ ദക്ഷപുത്രിയാണ്. ദക്ഷപുത്രിയായ ശ്രദ്ധ അസൂത, ശുഭം. ശുഭം, അസൂത. ശുഭൻ എന്ന പുത്രനെ അസൂത എന്നാൽ പ്രസവിച്ചു. അപ്പോ ശ്രദ്ധയുടെ പുത്രനാണ് ശുഭൻ. മൈത്രി, പ്രസാദം. മൈത്രിയുടെ മകന്റെ പേരാണ് പ്രസാദൻ, പ്രസാദ. അതെല്ലാം ദ്വിതീയയിൽ പറയുന്നത് അവനെ 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 എന്ന് പറയാനാണ്. അവൻ എന്ന് പറയുമ്പോഴോ ശുഭഃ, പ്രസാദഃ. അടുത്തത് അഭയഃ എന്ന് പറയണം. ദയാ, അഭയം. ദയാ എന്ന 3ാമത്തെ ഭാര്യ അഭയനെ പ്രസവിച്ചു. അഭയൻ എന്ന പേരുള്ള പുത്രനെ പ്രസവിച്ചു എന്നർത്ഥം. അപ്പൊ ശുഭൻ, പ്രസാദൻ, അഭയൻ. പിന്നെ ശാന്തി എന്ന ഭാര്യ സുഖം എന്ന പുത്രനെ പ്രസവിച്ചു. സുഖഃ എന്ന പുത്രനെ പ്രസവിച്ചു. തുഷ്ടി എന്ന ഭാര്യ മുദഃ എന്ന പുത്രനെ, മുത്ത് എന്ന് വിളിക്കാം. മുത് എന്നാണ് ശബ്ദം. മുത്ത് എന്ന് വിളിക്കുന്നത് അതിൽ നിന്നായിരിക്കും. സന്തോഷം നൽകുന്നത് മുത്ത്. മുദം, മുദം രാതീതി മുദ്ര. മോദത്തെ നൽകുന്നത് മുദ്ര. അപ്പൊ അവിടെ മുത്ത് എന്താണ്? തുഷ്ടി എന്ന ഭാര്യ പ്രസവിച്ചത് മുദഃ എന്ന പുത്രനെ. സ്മയം, പുഷ്ടിഹി, അസൂയത. പുഷ്ടി എന്ന ഭാര്യ, ധർമ്മന്റെ പുഷ്ടി എന്ന ഭാര്യ സ്മയനെ പ്രസവിച്ചു. ക്രിയ എന്ന ഭാര്യ യോഗ എന്ന പുത്രനെ പ്രസവിച്ചു. ക്രിയ കൊണ്ട് യോഗൻ. ഉന്നതിഹി, ദർപ്പം. ഉന്നതി എന്ന ഭാര്യ ദർപ്പഹ എന്ന പുത്രനെ പ്രസവിച്ചു. ബുദ്ധിഹി എന്ന ഭാര്യ അർത്ഥഹ എന്ന പുത്രനെ പ്രസവിച്ചു. അർത്ഥം, ബുദ്ധി, അസൂയത. മേധാ, സ്മൃതി. മേധാ എന്ന ഭാര്യ സ്മൃതി എന്ന പുത്രനെ പ്രസവിച്ചു. പുത്രനാണോ പുത്രിയാണോ സ്മൃതി. സ്മൃതി പുത്രിയാവാനും കഴിയുണ്ട്. പിന്നെ തിതിക്ഷാതു, ക്ഷേമം. തിതിക്ഷ ക്ഷേമൻ എന്ന പുത്രനെ പ്രസവിച്ചു. തിതിക്ഷ എന്നതൊരു ഭാര്യയുടെ പേരാണ്. ഹ്രീ എന്ന ഭാര്യ പ്രശ്രയൻ എന്ന പുത്രനെ പ്രസവിച്ചു. ഇതൊക്കെ ഓരോ ഗുണങ്ങളുടെ ദേവതമാരാണ്. ആ ഗുണങ്ങളിൽ നിന്ന് ഇന്നന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ഇന്നന്ന ഗുണമുണ്ടെങ്കിൽ ഇന്നന്ന അനുഭവം. ശ്രദ്ധയുണ്ടെങ്കിൽ ശുഭം ഭവിക്കും. മൈത്രി ഉണ്ടെങ്കിൽ പ്രസാദം ഭവിക്കും. ദയയുണ്ടെങ്കിൽ അഭയം ഭവിക്കും. ശാന്തി ഉണ്ടെങ്കിൽ സുഖം ഭവിക്കും. തുഷ്ടി ഉണ്ടെങ്കിൽ മുദം ഭവിക്കും. പുഷ്ടി ഉണ്ടെങ്കിൽ സ്മയം ഭവിക്കും. ക്രിയയുണ്ടെങ്കിൽ യോഗം ഭവിക്കും. ഉന്നതി ഉണ്ടെങ്കിൽ ദർപ്പം ഭവിക്കും. ബുദ്ധി ഉണ്ടെങ്കിൽ അർത്ഥം ഭവിക്കും. സ്മൃതി ഉണ്ടെങ്കിൽ മേധയുണ്ടെങ്കിൽ സ്മൃതി ഭവിക്കും. തിതിക്ഷയുണ്ടെങ്കിൽ ക്ഷേമം ഭവിക്കും. ഹ്രീ ഉണ്ടെങ്കിൽ പ്രശ്രയം ഭവിക്കും. അമ്മമാർക്ക് പറ്റിയ മക്കളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 12
ഭാര്യമാർ 12 മക്കളെ പ്രസവിച്ചതാണ്. 50ഉം 51ഉം ശ്ലോകങ്ങൾ പറയുന്നത്. ആരുടെ പത്നിമാരാണ്? ധർമ്മന്റെ പത്നിമാരാണ്. ധർമ്മന് ദക്ഷന്റെ 13 മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തതിൽ 12 പേരുടെ കഥയാണ് ഈ പറഞ്ഞത്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രി. ഇത് 12 സ്ത്രീലിംഗ ശബ്ദങ്ങൾ ധർമ്മന്റെ പത്നിമാര്. അതില് ശുഭം, പ്രസാദം, അഭയം, സുഖം, മുദം, സ്മയം, യോഗം, ദർപ്പം, അർത്ഥം, സ്മൃതി, ക്ഷേമം, പ്രശ്രയം. ഇത് പുത്രന്മാരുടെ പേര് റെസ്പെക്റ്റീവായിട്ട്. 12 ഭാര്യമാരിൽ 12 പുത്രന്മാർ. അപ്പൊ ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ സമ്പത്തുകളെല്ലാം നമുക്ക് വന്നു ചേരും. ഈ എന്താ പറയുക, നന്മകളെല്ലാം നമുക്ക് വന്നു ചേരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി ധർമ്മന്റെ അവസാനത്തെ ഭാര്യയുടെ പേരാണ് മൂർത്തി. ആ മൂർത്തി ആരെയാണ് പ്രസവിച്ചത് എന്ന് പറയാണ് അടുത്ത ശ്ലോകം. ആരെയാ പ്രസവിച്ചത്? നരനാരായണന്മാരെന്ന ഋഷിമാരെ. അതാണ് മൂർത്തി സർവഗുണോത്പത്തി നരനാരായണൗ ഋഷി. നരനാരായണൗ ഋഷി. ഋഷി എന്നുള്ളത് ദ്വിവചന ശബ്ദമായതുകൊണ്ട് ദീർഘം. ഏകവചനമായിരുന്നെങ്കിൽ ഋഷിഹി എന്ന് വിസർഗത്തോട് കൂടിയിട്ട് ഹ്രസ്വത്തിൽ അവസാനിക്കും. ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് ഋഷിഹി. അതിന്റെ ദ്വിവചനമാണ് ഋഷി. 2 പേർ, 2 ഋഷിമാർ. ആരാണ് ഈ 2 ഋഷിമാർ? നരനാരായണൗ. നരശ്ച നാരായണശ്ച ഇത് നരനാരായണൗ. നരനാരായണന്മാരാകുന്ന 2 ഋഷികളെ സർവഗുണോൽപത്തിയായ മൂർത്തി. സർവഗുണങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനഭൂതയാണ് മൂർത്തി എന്ന ദേവി. അപ്പോൾ എല്ലാ ഗുണങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനഭൂതയായ മൂർത്തി ദേവി നരനാരായണന്മാരെന്ന 2 പേരെ ഋഷിമാരെ പ്രസവിച്ചു. ഭഗവാന്റെ അവതാരങ്ങളാണ് നരനാരായണന്മാര്. മേൽപ്പത്തൂരിന് ശ്രീകൃഷ്ണാവതാരത്തിന് തുല്യം. എന്തെങ്കിലുമൊക്കെ എഴുതി വിടുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാവില്ല. നരനാരായണന്മാർ ഭഗവാന്റെ 2 അവതാരങ്ങളാണ്. മേൽപ്പത്തൂരിന്റെ അഭിപ്രായത്തിൽ നരനാരായണന്മാരെക്കാൾ കേമായിട്ടൊരു അവതാരം ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ അവതാരം മാത്രം എന്ന് നരനാരായണ അവതാരത്തെക്കുറിച്ച് വർണ്ണിച്ചു കഴിയുമ്പോൾ, അപ്പൊ അത്രയ്ക്കും കേമായിട്ടുള്ള അവതാരമാണ് നരനാരായണ അവതാരം. നമ്മുടെ ഭാരതത്തിന്റെ കുലദേവതകളാണ്, പരദേവതകളാണ്, ഭാരതത്തിന്റെ രക്ഷകരാണ്. ബദരീനാഥത്തിൽ നരനാരായണ പർവ്വതങ്ങളിൽ എപ്പോഴും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭാരതത്തെ രക്ഷിച്ചുകൊണ്ട് കാവലിരിക്കുന്നവരാണ് നരനാരായണന്മാർ. അതുകൊണ്ട് ഭാരതീയരായിട്ടുള്ള എല്ലാവരും രാവിലെ നേരത്തെ വടക്കോട്ട് നോക്കിയൊരു നമസ്കാരം, നാരായണനും നരനും കൂടി നമസ്കാരം. വടക്ക് ഹിമാലയത്തിൽ ബദരീനാഥത്തിൽ നരനാരായണ പർവ്വതത്തിൽ അവരിരുന്ന് തപസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും ഭാരതമായി ഈ സനാതനധർമ്മത്തിന്റെ ഭൂമിയായി നിലനിന്നു പോരുന്നത് എന്ന് സങ്കല്പം. അപ്പൊ അവരെ ദിവസവും നമ്മൾ നമസ്കരിക്കണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. സ്വാമിജിക്ക് പണി തരരുത്, അവനവന്റെ പണി അവരവർ നോക്കുക. സ്വാമിജിക്ക് ഇവിടെ നിങ്ങളുടെ പണിയൊന്നും നോക്കാൻ സമയമില്ല, ഒരുപാട് പിടിപ്പത് പണി ഉണ്ട്. നാരായണ.
നാരായണ. മൂർത്തി സർവഗുണോത്പത്തി നരനാരായണൗ ഋഷി. തുടർന്ന് ആ നരനാരായണന്റെ മഹത്വം അല്പം പറയുകയാണ്. കൂടുതൽ ഇനി പല ഭാഗത്തായിട്ട് പറയും, ഇവിടെ അവരുടെ ചുരുക്കി പറയുകയാണ്. യയോർജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുഭോ വാതാഃ പ്രസേതുഃ സരിതോദ്രയഃ ദിവ്യവാദ്യന്തതൂര്യാണി പേതുഃ കുസുമവൃഷ്ടയഃ മുനയസ്തുഷ്ടുവുസ്തുഷ്ടാഃ ജഗുർഗന്ധർവകിന്നരാഃ നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യഃ ആസീത് പരമമംഗളം ദേവാ ബ്രഹ്മാദയഃ സർവേ ഉപതസ്തുർ അഭിഷ്ടവൈഃ. യയോർ ജന്മനി അതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുബോ വാതാഃ പ്രസേതുഃ സരിതോ അദ്രയഃ. യയോർ ജന്മനി, യയോർ എന്ന് പറഞ്ഞാൽ ഏത് രണ്ടുപേരുടെ, നരനാരായണന്മാരാകുന്ന രണ്ടുപേരുടെ ജന്മനി, അവരുടെ ജന്മം സംഭവിച്ചപ്പോൾ അധഃ വിശ്വം സുനിർവൃതം. അധഃ എന്ന് പറഞ്ഞാൽ ദിസ് എന്നർത്ഥമാണ്. ഇത്, ഈ വിശ്വം സുനിർവൃതം, നല്ലതുപോലെ നിർവൃതിയെ പ്രാപിച്ചു, ആനന്ദത്തെ പ്രാപിച്ചു. ലോകം മുഴുവൻ ആനന്ദിച്ചു, എല്ലാവരും ആനന്ദിച്ചുകൊണ്ട് അഭ്യനന്ദത്, അഭിനന്ദിച്ചു, എല്ലാവർക്കും സന്തോഷമായി എന്നർത്ഥം. മനാംസി കകുബഃ വാതാഃ. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം ഇരിക്കുന്നത് തെറ്റാണ്. ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും ആൾക്കാർ അങ്ങനെ പറയാൻ തുടങ്ങിയാലോ? ഇതിൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കമന്റ് നോക്കിയാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സമയം പോകും വെറുതെ. ക്ലാസ് നടക്കില്ല. പിന്നെ നമുക്കിങ്ങനെ കമന്റും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞ് വർത്തമാനവും പറഞ്ഞിങ്ങനെ സമയം കളയാം. ക്ലാസ് നടക്കില്ല. അതുകൊണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും, ക്ലാസ്സിനോട് നേരിട്ട് ബന്ധപ്പെടാത്ത കമന്റുകളൊന്നും ഇതിൽ ഇടാതിരിക്കുക. പേഴ്സണലായിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിലൂടെയാണ് സന്ദേശം ചെയ്യേണ്ടത്. അതിന് വാട്സപ്പ് നമ്പർ ചോദിക്കുക. ആരോടെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും തരും. എത്രയോ കാലമായിട്ട് നിങ്ങളിവിടെ ക്ലാസ് കേൾക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇൻഡിവിജ്വലി അവരവരുടെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഓരോരുത്തരും ഇവിടെ അവതരിപ്പിച്ചാൽ അതിനുള്ള സമയമേ ഉള്ളൂ. മേൽക്കുമേൽ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാരായണ. യയോർ ജന്മനി അതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുബോ വാതാഃ പ്രസേതുഃ സരിതോദ്രയഃ. യയോഃ ജന്മനി അധഃ വിശ്വം സുനിർവൃതം അഭ്യനന്ദത്. ഏതൊരു നരനാരായണന്മാരുടെ ജന്മത്തിൽ ഈ വിശ്വം, ഈ ലോകം നല്ലതുപോലെ സുഖമുള്ളതായിട്ട് ആനന്ദിച്ചു, അഭിനന്ദിച്ചു. മനാംസി കകുബഃ വാതാഃ സരിതഃ അദ്രയഃ പ്രസേതുഃ. പ്രസേതുഃ എന്ന് പറഞ്ഞാൽ പ്രസാദിച്ചു. പ്രസാദിച്ചു. ആരൊക്കെ പ്രസാദിച്ചു? മനാംസി. മനാംസി എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ മനസ്സുകൾ പ്രസാദിച്ചു. കകുബഃ ദിക്കുകൾ പ്രസാദിച്ചു. വാതാഹ കാറ്റ് പ്രസാദിച്ചു. സരിതഃ നദികൾ പ്രസാദിച്ചു. അദ്രയഃ പർവ്വതങ്ങൾ പ്രസാദിച്ചു. എന്ന് പറഞ്ഞാൽ പ്രകൃതി മുഴുവൻ പ്രസാദിച്ചു എന്നർത്ഥം. മനാംസി മനസ്സുകൾ, സജ്ജനങ്ങളുടെ എല്ലാം മനസ്സിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം ഉണ്ടായി. കകുബഃ എന്ന് പറയുമ്പോൾ ദിക്കുകളെല്ലാം പ്രസാദിച്ചു. ദിക്കുകളിലെല്ലാം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം നന്നായി യഥാസ്ഥാനത്ത് ശോഭിച്ചു. വാതാഹ കാറ്റുകൾ പ്രസാദിച്ചു എന്ന് പറഞ്ഞാലോ നല്ല മന്ദമാരുതൻ സുഗന്ധത്തോടുകൂടി വീശി എന്നർത്ഥമാണ്. സരിതഃ നദികൾ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ നദികൾ തെളിഞ്ഞ വെള്ളത്തോടുകൂടി നന്നായിട്ട് സ്വച്ഛമായിട്ട് ഒഴുകി.
അദ്രയ പ്രസേതുഹു, അദ്രികൾ പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളിലുള്ളതായിട്ടുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സന്തോഷമായിട്ട് ഇരുന്നു എന്നർത്ഥം. അപ്പൊ എല്ലാ ലോകത്തിനും ആനന്ദം നൽകിക്കൊണ്ടാണ്, ലോകത്തിന് ശാന്തി നൽകിക്കൊണ്ടാണ് ഈ നരനാരായണന്മാരുടെ അവതാരം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശ്രീകൃഷ്ണ ജന്മ അവതാര സമയത്ത് ഇതുപോലെ വർണ്ണിക്കുന്നുണ്ട് അല്ലേ? അഷ്ടമി രോഹിണി ദിവസം ഭഗവാൻ അവതരിക്കാൻ നേരത്ത് പ്രകൃതിയിലുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു പ്രകൃതിയുടെ തന്നെ ഒരുക്കം, പ്രകൃതി തന്നെ ആഹ്ലാദിക്കുന്ന, ഭഗവാനെ വരവേൽക്കുന്നതായിട്ടുള്ള ഒരു രംഗം കൃഷ്ണാവതാരത്തിൽ കാണാം. അപ്പൊ അതുപോലെ ഇവിടെയും വർണ്ണിച്ചിരിക്കുകയാണ്. വേറെ എവിടെയും ഇതുപോലെ വർണ്ണിച്ചിട്ടില്ല. മറ്റൊരു അവതാരത്തിലും ഭാഗവതത്തില് കൃഷ്ണാവതാരത്തിൽ വർണ്ണിച്ചതുപോലെ നരനാരായണ അവതാരത്തിൽ പ്രകൃതിയിലുണ്ടായ മാറ്റം വർണ്ണിച്ചതുപോലെ വേറൊരു അവതാരത്തിലും കാണില്ല. അപ്പൊ ശാന്ത ഗംഭീരമായ ആനന്ദം നൽകുന്ന അവതാരമാണിത്. വാസ്തവത്തില് നരനാരായണന്മാരെന്ന് പറയുമ്പോൾ അവരാരാണെന്നത് അവിടെ പറയാൻ പോകുന്നുണ്ട് പിന്നീട്. അവർ തന്നെയാണ് മറ്റൊരു ജന്മത്തിൽ കൃഷ്ണനും അർജുനനും ആകുന്നത്. നാരായണൻ തന്നെയാണ് കൃഷ്ണൻ, നരൻ തന്നെയാണ് അർജുനൻ. അപ്പോൾ ഒരാൾ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും എല്ലാം ഈശ്വരനാണ്, മൂർത്തിയാണ്. മറ്റൊരാൾ കർമ്മത്തിൻ്റെ മൂർത്തിയാണ്. നരൻ അർജുനൻ കർമ്മമൂർത്തിയാണ്, നാരായണൻ ജ്ഞാനമൂർത്തിയാണ്. യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാ നീതിർമതിർമമ എന്ന് ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം സഞ്ജയൻ പാടുന്നുണ്ട്. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധരനായ പാർത്ഥനുള്ളത്, അവിടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നു. എത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീഹി വിജയഃ ഭൂതിഹി ധ്രുവാനീതിഹി, ഇതൊക്കെയാണ് ഉണ്ടാവുക എന്ന് സഞ്ജയൻ ഉറപ്പിച്ച് പറയുന്നു. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. യയോർജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംസി കകുബോ വാതാഃ പ്രസേതുഃ സരിതോദ്രയഃ ദിവ്യവാദ്യന്ത തൂര്യാണി പേതുഃ കുസുമവൃഷ്ടയഃ മുനയസ്തുഷ്ടുവുസ്തുഷ്ടാഃ ജഗുർഗന്ധർവകിന്നരാഃ. ദിവി തൂര്യാണി അവാദ്യന്ത, ദിവി ദേവലോകത്ത് അഥവാ ആകാശത്ത് എന്നൊക്കർത്ഥം, സ്വർഗത്തിൽ എന്നൊക്കർത്ഥം. സ്വർഗത്തില് തൂര്യാണി അവാദ്യന്ത, തൂര്യങ്ങൾ എന്നാൽ വാദ്യങ്ങൾ, ഭേരികൾ മുതലായിട്ടുള്ള വാദ്യങ്ങൾ മുഴക്കപ്പെട്ടു, ദേവദുന്ദുബികൾ മുഴക്കപ്പെട്ടു. അവാദ്യന്ത, ദേവന്മാര് നരനാരായണ അവതാരത്തിൽ സന്തോഷിച്ചു എന്നർത്ഥം. കാരണം ഈ നരനാരായണന്മാര് നിവാത കവചന്മാരെന്ന അസുരന്മാരെ നിഗ്രഹിക്കാൻ കൂടിയാണ് അവതാരം. അപ്പൊ അസുരന്മാരെ നിഗ്രഹിക്കുന്ന അവതാരം ഉണ്ടാവുമ്പോൾ ദേവന്മാർക്ക് സന്തോഷമാവും. അതാണ് ദിവി തൂര്യാണി അവാദ്യന്ത. അതുപോലെ പേതുഹു കുസുമവൃഷ്ടയ, കുസുമവൃഷ്ടയ പേതുഹു, കുസുമവൃഷ്ടികൾ പുഷ്പവൃഷ്ടികൾ പതിച്ചു. മുനയ തുഷ്ടുവുഹു, മുനികൾ സ്തുതിച്ചു. ഗന്ധർവകിന്നരാഹ തുഷ്ടാഹ ജഗുഹു, ഗന്ധർവന്മാർ കിന്നരന്മാർ മുതലായവർ തുഷ്ടരായിട്ട് സന്തോഷിച്ചവരായിട്ട് ജഗുഹു, ജഗുഹു ഗാനം ചെയ്തു. അപ്പൊ ദേവലോകവാസികളൊക്കെ ഈ നരനാരായണ അവതാരത്തെ ആഘോഷിച്ചു, കൊണ്ടാടി എന്നർത്ഥം. ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചുകൊണ്ട് ഗാനം ചെയ്യുകയും വാദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യഃ ആസീത് പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുർ അഭിഷ്ടവൈഹി. നൃത്യന്തി സ്മ സ്ത്രിയോ ദേവ്യഃ ആസീത് പരമമംഗളം. ദേവ്യഃ സ്ത്രിയഃ നൃത്യന്തി സ്മ. ദേവ്യഃ സ്ത്രിയഃ എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ. ദേവസ്ത്രീകൾ, ദേവലോകത്തെ സ്ത്രീകള് നൃത്യന്തി സ്മ, നർത്തനം ചെയ്തു അത്രേ. അവരെല്ലാം നർത്തനം ചെയ്തു. പരമമംഗളമാസീത്, ലോകത്തിന് മുഴുവൻ പരമമംഗളവും ഉത്സവവും ഉണ്ടായി.
എല്ലാവരും സന്തോഷിച്ചു. ബ്രഹ്മാദയഃ സർവേ ദേവാഃ അഭിഷ്ടവൈഹി ഉപതസ്തു. ബ്രഹ്മാദികളായ സകല ദേവന്മാരും അഭിഷ്ടവങ്ങളെ കൊണ്ട്, നല്ല സ്തുതികളെ കൊണ്ട്, ശ്രേഷ്ഠങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ഉപതസ്തു, ഉപാസിച്ചു, സേവിച്ചു. അപ്പൊ നരനാരായണന്മാരെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാരവിടെ വന്ന് സ്തുതിച്ചു എന്ന് പറയാണ്. ആ ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതികളാണ് 2 ശ്ലോകങ്ങൾ. ദേവാ ഊജുഹു യോ മായയാ വിരചിതം നിജയാത്മനീതം ഖേരൂപഭേദമിവ തൽപ്രതിചക്ഷണായ ഏതേന ധർമ്മസദനേ ഋഷിമൂർത്തിനാദ്യ പ്രാതുശ്ചകാര പുരുഷായ നമഃ പരസ്മൈ. സോയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന നസുരഗണാൻ അനുമേയ തത്വഃ ദൃശ്യാദബ്രകരുണേന വിലോകനേന യശ്രീനികേതമമലം ക്ഷിപതാരവിന്ദം. രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ദേവന്മാർ നരനാരായണന്മാരെ സ്തുതിച്ചതാണ് ഇവിടെ കാണുന്നത്. യോ മായയാ വിരചിതം നിജയാ ആത്മനി ഇദം. യോ യഹ ഏതൊരുവനാണോ നിജയാ മായയാ ആത്മനി വിരചിതം ഇദം. നിജയാ മായയ, തൻ്റേതായ മായ കൊണ്ട്. നിജം എന്ന് പറഞ്ഞാൽ തൻ്റേത് എന്നർത്ഥം. തമിഴില് നിജം എന്ന് പറഞ്ഞാൽ സത്യം എന്നർത്ഥമാണ്. സംസ്കൃതത്തിൽ നിജം എന്ന് പറഞ്ഞാൽ അവനവൻ്റേത് എന്നർത്ഥമാണ്. അപ്പൊ നിജയാമായ, തൻ്റെ തന്നെ മായ കൊണ്ട്. ആത്മനി വിരചിതം ഇതം, തന്നിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ വിശ്വത്തെ, തൻ്റെ തന്നെ മായ കൊണ്ട് തന്നിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ് ഈ വിശ്വം. അതിനെ പ്രതിചക്ഷണായ, പ്രതിചക്ഷണായ എന്ന് പറഞ്ഞാൽ പ്രത്യാഖ്യാനം ചെയ്യുവാനായിക്കൊണ്ട് എന്ന് പറഞ്ഞാലോ അതിന് താൻ തന്നെ ഉപദേശം കൊടുക്കാനായിക്കൊണ്ട്, ഗുരുവായി ആചാര്യനായി ധർമ്മോപദേശം ചെയ്യുവാനായിക്കൊണ്ട്. അപ്പൊ ഭഗവാൻ നിർമ്മിച്ച ഈ ലോകത്തിന് ഭഗവാൻ തന്നെ ഉപദേശം കൊടുക്കുകയാണ്. അതിനായിക്കൊണ്ട് അദ്യ ധർമ്മസദനേ ഏതേന ഋഷിമൂർത്തിന പ്രാതുശ്ചകാര. അതിനായിക്കൊണ്ടാണ് അദ്യ ഇന്ന്, ഇപ്പോൾ ധർമ്മസദനെ, ധർമ്മൻ എന്ന പ്രജാപതിയുടെ സദനത്തിൽ, ഗൃഹത്തിൽ, ധർമ്മന്റെ പത്നിയിൽ എന്നും അർത്ഥം. സദനം എന്നാൽ വീട് എന്നും ഗൃഹമെന്നും പത്നി എന്നും ഒക്കെ അർത്ഥം. അപ്പൊ ധർമ്മന്റെ പത്നിയിൽ, മൂർത്തി എന്ന ദേവിയിൽ, ഏതേന ഋഷിമൂർത്തിന പ്രാതുശ്ചകാര, ഈ ഋഷി ശരീരവും എടുത്തുകൊണ്ട് ഋഷിമൂർത്തിയും എടുത്തുകൊണ്ട് ഇപ്പോൾ പ്രാദുർഭവിച്ചുവല്ലോ, പ്രകാശിച്ചിരിക്കുന്നുവല്ലോ. ആ പരസ്മൈ പുരുഷായ നമഃ, ആ പരമപുരുഷനായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം ഭവിക്കട്ടെ. അപ്പൊ പരമപുരുഷൻ തന്നെയാണ് ഈ ധർമ്മനും മൂർത്തിക്കും പുത്രന്മാരായി 2 രൂപം എടുത്തുകൊണ്ട്. ഇവിടെ 2 രൂപമുണ്ടെങ്കിലും ഏകവചനത്തിലാണ് സ്തുതി. കാരണം 2 രൂപമേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഈ സ്തുതിക്കുന്ന ദേവന്മാർക്ക് അറിയാം. അതുകൊണ്ട് അവർ ഏകവചനത്തിലാണ് സ്തുതി. ഏതൊരുവനാണോ തൻ്റെ തന്നെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ തന്നിൽ തന്നെ നിർമ്മിച്ച് അതിനെ തന്നെ ഉപദേശിക്കാനായിക്കൊണ്ട് ഇപ്പോൾ ഇതാ ധർമ്മന്റെ ഭാര്യയിൽ, ധർമ്മപത്നിയിൽ ഈ ഋഷിമൂർത്തിയായി ആവിർഭവിച്ചിരിക്കുന്നു. ആ പുരുഷനായിക്കൊണ്ട്, പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഖേ രൂപഭേദം ഇവ. അതെന്തിനെ കുറിച്ചാണ്? ഖേ രൂപഭേദം ഇവ. ഖേ എന്ന് പറഞ്ഞാൽ ഖം ആകാശമാണ്. ഖേ ആകാശേ. രൂപഭേദം എന്ന് പറഞ്ഞാൽ
ആകാശത്തിൽ രൂപഭേദങ്ങൾ, ഘടാകാശം, മടാകാശം എന്നിങ്ങനെയുള്ള ഭേദങ്ങൾ എവിടെ കൽപ്പിക്കുന്നു? മഹാകാശത്തിൽ കൽപ്പിക്കുന്നു. ആകാശം ഒന്നേ ഉള്ളൂ. ഏകമായ ആകാശത്തിൽ നമ്മളൊരു റൂം കെട്ടിയാൽ അതിന് പേരാണ് റൂം സ്പേസ്. അതിൽ കുടങ്ങൾ നിർമ്മിച്ചാൽ അത് ഘടാകാശം. കുടത്തിൻ്റെ അകത്തുള്ള ആകാശം ഘടാകാശം എന്നൊക്കെ പറഞ്ഞ് വ്യവഹരിക്കും. അപ്പം ആകാശത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, കഷ്ണം കഷ്ണമാക്കും, ഏകമായ ആകാശത്തെ. അതുപോലെയാണ് ഏകനായ ഈശ്വരനിൽ പല രൂപങ്ങൾ എടുക്കുന്നത്. ഈ ജഗത്തിൻ്റെ രൂപങ്ങളെല്ലാം ഏകനായ ഈശ്വരന്റെ രൂപം തന്നെയാണ്. ഉപാധികളിലൂടെ നോക്കുമ്പോഴാണ് ഭേദം കാണുന്നത്. യഥാർത്ഥത്തിൽ ഭേദം ഇല്ല. ആകാശത്തിൽ ഭേദമില്ല. ആകാശത്തിൽ ഉണ്ടായ റൂമുകളെ കൊണ്ടോ ഘടങ്ങളെ കൊണ്ടോ നമ്മൾ റൂം സ്പേസ്, പോട്ട് സ്പേസ് എന്നൊക്കെ പേര് കൽപ്പിക്കുന്നു. ഈ റൂം ഉണ്ടായതും റൂം നശിക്കുന്നതും, ഘടമുണ്ടായതും ഘടം നശിക്കുന്നതും ആകാശത്തിൽ തന്നെ. ആകാശത്തിന് യാതൊരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാവുന്നില്ല. ആകാശം ഏകം. അതുപോലെ ആത്മസ്വരൂപനായ ഈശ്വരൻ ഒരേ ഒരുവൻ. അദ്ദേഹം തന്നെ സ്വയം തന്നെ പല രൂപങ്ങളാക്കി ഈ പ്രപഞ്ചാകാരമാക്കി ചെയ്യുന്നു. അതിനെയുടെ ഖേ രൂപഭേദം ഇവ എന്ന് ഉപമിച്ചത് താൻ തന്നെ തൻ്റെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ പലതായി സൃഷ്ടിക്കുന്നു. തന്നിൽ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആത്മനി എന്ന് പറയുന്നുണ്ട്. ആത്മനി എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ. നിജമായയാ ഇതം വിരചിതം. അതിനെ രക്ഷിക്കുവാൻ, ഉപദേശിക്കുവാനായിക്കൊണ്ട് ഇപ്പോഴിതാ നരനാരായണമൂർത്തികളായി രൂപമെടുത്തിരിക്കുന്ന ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന് താല്പര്യം. അപ്പോ ആ പരമപുരുഷൻ തന്നെയാണ് നരനാരായണന്മാർ. ആ പരമപുരുഷൻ തന്നെയാണ് ജഗത്തും. ഈ കാണുന്ന നാനാത്വം വാസ്തവമല്ല, അത് ആ പരമപുരുഷന്റെ തന്നെ വിഭൂതിയാണ്. ആകാശത്തിൽ വ്യത്യാസം കാണുന്നത് പോലെയേ ഉള്ളൂ. ആകാശത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമില്ല. വികലമായ ദൃഷ്ടി കൊണ്ട് വ്യത്യാസം തോന്നുകയാണ്. അപ്പൊ ഇത് വിചാരം ചെയ്യാം, അവരവർ തന്നെ വിചാരം ചെയ്യാം. സോയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന നസുരഗണാൻ അനുമേയ തത്വഃ ദൃശ്യാത് അദഭ്രകരുണേന വിലോകനേന യത് ശ്രീനികേതം അമലം ക്ഷിപതാരവിന്ദം. ഇവിടെ മൂന്നാമത്തെ വരിയിൽ ദൃശ്യാത് എന്ന് പറയുന്നുണ്ട്. അവിടെ ദൃശ്യാത് എന്നുള്ളതിന്റെ അർത്ഥം ക്രിയാരൂപമാണ്. ദർശിക്കേണ്ടതാണ്, ഞങ്ങളെ നോക്കേണ്ടതാണ്, ഞങ്ങളെ കടാക്ഷിക്കേണ്ടതാണ്. കടാക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ദൃശ്യാത് എന്ന്. ദൃശ്യാത് എന്നുള്ള വാക്കിന് ദൃശ്യത്തിൽ നിന്ന് എന്നൊരർത്ഥം വരും, പഞ്ചമ്യർത്ഥം. ഇവിടെ ആ അർത്ഥമല്ല, നാമരൂപമല്ല ഈ ദൃശ്യശബ്ദം. ഇത് ക്രിയാരൂപമായിട്ടുള്ള ദൃശ്യശബ്ദം. അതിൽ പ്രാർത്ഥനാരൂപത്തിൽ ലോട്ട് എന്നുള്ള പ്രത്യയം ചേർത്താണ് ദൃശ്യാത്, ദർശിക്കണമേ എന്ന് പ്രാർത്ഥനയാണ്. അപ്പം ഒരുപോലെയുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് എവിടെ എന്തിനു വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ദൃശ്യാത് എന്നുള്ളതിന് നാമരൂപത്തിലാണെങ്കിൽ ദൃശ്യത്തിൽ നിന്ന് എന്നർത്ഥം വരും. ഇവിടെ ക്രിയാരൂപമായതുകൊണ്ട് ഞങ്ങളെ നോക്കേണമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോ ദർശിക്കണം എന്നാണ് ദൃശ്യാത് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ആര് ദർശിക്കണം? അദഭ്രകരുണേന വിലോകനേന. അദഭ്രകരുണ എന്ന് പറഞ്ഞാല് ദഭ്രം അല്പം, അദഭ്രം അനൽപം. അപ്പൊ അനൽപമായ കരുണയോടുകൂടിയ വിലോകനം കൊണ്ട്, വിലോകനം കണ്ണ്, ദൃഷ്ടി. അനൽപമായ കരുണയോടുകൂടിയ ദൃഷ്ടി കൊണ്ട് ഞങ്ങളെ നോക്കേണമേ എന്നാണ് ദൃശ്യാത് അദഭ്രകരുണേന വിലോകനേന എന്നുള്ളതിന്റെ അർത്ഥം.
ആ ഭഗവാന്റെ കണ്ണിനെ വിശേഷിപ്പിച്ചതാണ് 4-ാമത്തെ വരി. യത് ശ്രീനികേതം അമലം ക്ഷിപതാരവിന്ദം എന്നത്. അമലമായ ശ്രീനികേതമായ അരവിന്ദം ക്ഷിപതാ. ഭഗവാന്റെ കണ്ണിനെ വിലോകനേന എന്ന് പറഞ്ഞില്ലേ, ആ വിലോകനേന എന്നുള്ളതിന്റെ വിശേഷണമാണ് ക്ഷിപതാ വിലോകനേന. ക്ഷേപിക്കുന്ന, ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന എന്നർത്ഥമാണ്. ഭഗവാന്റെ വിലോകനം കണ്ണ് നിന്ദിക്കുന്നതാണ്. എന്തിനെ നിന്ദിക്കുന്നതാണ്? അരവിന്ദത്തെ, താമരയെ. ഏത് താമരയെ? ശ്രീനികേതമായ താമരയെ, ലക്ഷ്മീദേവി പോലും വസിക്കുന്ന താമരയെ, അത് അമലമായ താമരയെ നിന്ദിക്കുന്നതാണ് ഭഗവാന്റെ കണ്ണുകൾ. അപ്പൊ ഭഗവാന്റെ സുന്ദരങ്ങളായ കണ്ണുകളെ കൊണ്ട് കടാക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഒരു മിനിറ്റ്, ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യം വന്നുകൊണ്ടേയിരിക്കണം. അവരോടൊന്ന് പറയട്ടെ, കേട്ടാൽ ഇനി വിളിക്കുമ്പോൾ പറയാം. അപ്പൊ ലക്ഷ്മീ നിവാസമായ താമരയെ പോലും നിന്ദിക്കുന്നതായിട്ടുള്ള ആ കണ്ണുകളെ കൊണ്ട്, കരുണാകടാക്ഷം കൊണ്ട് ഞങ്ങളെ ദർശിക്കണമേ. അതാണ് അവസാനത്തെ 2 വരി. എങ്ങനെയുള്ള ഞങ്ങളെ എന്ന് ആദ്യത്തെ വരിയിലും 2-ാമത്തെ വരിയിൽ ഭഗവാനെയും വിശേഷിപ്പിക്കുകയാണ്. ഭഗവാൻ ആരാണ്? അനുമേയ തത്വ എന്ന് പറയുന്നുണ്ട്. അനുമേയ തത്വ, അനുമാനത്താൽ അറിയപ്പെടുവാൻ യോഗ്യമായ തത്വത്തോടുകൂടിയ സഹ അയം. ആ ഈ അങ്ങയുടെ തത്വം അനുമാനം ചെയ്യപ്പെടേണ്ടതാണ്, വിചാരം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അനുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ഒരു വ്യായാമമാണ് അനുമാനം. നമ്മൾ വേണ്ടാത്തതൊക്കെ അനുമാനിക്കും. നമ്മളെ ബുദ്ധി നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയുടെ ഒരു സാമർഥ്യമാണ് അനുമാനം. മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അനുമാനം. മറ്റ് ജന്തുക്കൾക്ക് ലേശം ലേശമുണ്ട്. എന്താണ് ഈ അനുമാനം എന്ന് പറഞ്ഞാൽ? അനുമാനം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രത്യക്ഷത്തിന്റെ അപ്പുറത്തുള്ളത് കാണുന്നതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. പുക കാണുന്നു. പുക കാണുന്നത് പ്രത്യക്ഷം. നമ്മൾ പുകയാണ് കാണുന്നത്. ആ പുകയിൽ നിന്ന് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എന്ത് കാണുന്നു, എന്തറിയുന്നു? അഗ്നിയുടെ സാന്നിധ്യത്തെ അറിയുന്നു. എത്രയെത്ര ധൂമഃ തത്ര തത്ര വന്യഹി. ഒരു ലോജിക്കാണ്. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട്. തീയില്ലാതെ പുകയില്ല. ഒരു അനുമാന ശക്തിയാണത്. കാര്യത്തിൽ നിന്ന് കാരണത്തെ കാണുക, അതാണ് അനുമാനം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ നിന്ന് പരോക്ഷത്തെ കാണുക. ഫ്രം നോൺ ടു അൺനോൺ. അറിയപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ അറിയാത്തതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിയുടെ വ്യായാമമാണ്, ചിന്തയാണ് അനുമാനം. നമ്മൾ ഇന്ന് ഈ അനുമാന ശക്തിയെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഏതെങ്കിലും വഴിക്ക് പോയാൽ നമ്മൾ കുറെ ഊഹിച്ചുണ്ടാക്കും. അയാൾ ഇന്നതിനായിരിക്കും പോയിട്ടുണ്ടാവുക, അയാൾ സ്വപ്നേപി വിചാരിച്ചിട്ടില്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ കഥയുണ്ടാക്കിയിട്ട് അയാൾ എന്നെവിടേക്ക് പോയി എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി വിടും. നാട് മുഴുവൻ ഈ കഥ പരന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴവസാനമായിരിക്കും അയാൾ അറിയുക എന്താ ഉണ്ടായത്, എന്താ പ്രശ്നം, എന്താ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നത് നോക്കുമ്പോൾ അല്ലേ. നമ്മുടെ ഭഗവാൻ സമന്തകമണി മോഷ്ടിച്ചു എന്ന് കഥയുണ്ടായില്ലേ? ഭഗവാൻ തൊട്ടിട്ടുണ്ടോ സമന്തകമണി? ഇല്ലാത്ത ആരോപണം ഭഗവാന്റെ മേലെ ആരോപിച്ചു. അപ്പൊ ഇതുപോലെ പലതും നമ്മൾ കാണാത്തതൊക്കെ ആലോചിച്ചുണ്ടാക്കി നമുക്കൊരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ അന്യന്റെ മേലെ ആരോപിച്ച് കുറ്റപ്പെടുത്തുക, അവരെ ദൂഷണം ചെയ്യുക, അവരെ നിന്ദിക്കുക, ഇതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അനുമാനം എന്നുള്ള കഴിവിനെ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അതിനു വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത് എന്ന്
നമ്മുടെ ഏകാദശ സ്കന്ധത്തിൽ ദത്താത്രേയ മഹർഷി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ അനുമാന ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വിവരം വെക്കാൻ വേണ്ടിയിട്ടാണ്, വിവരമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പ്രകൃതിയിൽ കണ്ട എല്ലാറ്റിൽ നിന്നും പ്രത്യക്ഷമായതിൽ നിന്നൊക്കെ അദ്ദേഹം പല തത്വങ്ങളും അനുമാനിച്ചെടുത്തു. ആകാശത്തെ പോലെയാവണം, വായുവിനെ പോലെയാവണം, അഗ്നിയെ പോലെയാവണം, വെള്ളത്തെ പോലെ ആവണമെന്ന് അദ്ദേഹം അനുമാനിച്ചെടുത്തു. പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നേടിയെടുത്തു. അങ്ങനെ വേണം നമ്മൾ അനുമാന ശക്തിയെ ഉപയോഗിക്കാൻ. അല്ലാതെ നമ്മൾ കാണാപ്പുറം വായിക്കാൻ വേണ്ടിയിട്ടാവരുത്, പരന്റെ പിന്നാമ്പുറം വായിക്കാൻ വേണ്ടിയിട്ടാവരുത്, അന്യന്റെ ദൂഷണം പറയാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ അനുമാന ശക്തിയെ ഉപയോഗിക്കേണ്ടത്. ഇപ്പോ ഇവിടെ അനുമേയ തത്വ എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞു. ഭഗവാന്റെ തത്വം, യാഥാർത്ഥ്യം അനുമാനം ചെയ്യപ്പെടേണ്ടതാണ്, അനുമേയം ചെയ്യപ്പെടേണ്ടതാണ് എന്നർത്ഥമാണ്. അന്വയ വ്യതിരേകങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവനാണ്. എങ്ങനെയാണ് അനുമാനം ചെയ്യേണ്ടത്? ഈ കാണുന്ന ദൃശ്യത്തെ വിചിന്തനം ചെയ്യുക. ഈ ദൃശ്യം എന്തുകൊണ്ട് ഉള്ളതായിരിക്കുന്നു? ഈ ദൃശ്യത്തിന്റെ അസ്തിത്വം ഏത് വസ്തുവിനോട് കടപ്പെട്ടിരിക്കുന്നു? അന്വയിച്ചു നോക്കുക. ഏത് വസ്തുവിനെ നീക്കിയാൽ ഈ വസ്തു ഉണ്ടാവില്ലയോ, ഈ വിശ്വം ഉണ്ടാവില്ലയോ, അത് വ്യതിരേകം. ഒരു മാല കാണുമ്പോൾ ആ മാലയുടെ സത്യം അന്വേഷിക്കാൻ, മാല നിലനിൽക്കുന്നത് ഏത് ദ്രവ്യം കൊണ്ടാണ് എന്ന് അന്വയിച്ചു നോക്കുക. മാലയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? മാലയൊന്ന് ഒരച്ചൊരച്ചൊരച്ച് നോക്കിയാൽ മതി. എല്ലാ ഭാഗവും ഒരച്ചു നോക്കുമ്പോൾ അത് സ്വർണമാണെന്ന് തെളിഞ്ഞാൽ ഇത് സ്വർണം കൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ആ മാലയിൽ നിന്ന് സ്വർണത്തെ നീക്കിയാൽ മാലയുണ്ടോ? ഇല്ല. അപ്പൊ വ്യതിരേകം കൊണ്ടും. അങ്ങനെ അന്വയ വ്യതിരേകം കൊണ്ട് ഒരു മാലയുടെ തത്വം അറിയും പോലെ ഒരു വസ്ത്രത്തിന്റെ തത്വം അറിയാൻ അതിലെന്താണ് ചേർന്നിരിക്കുന്നത് നോക്കുക. അതിൽ മുഴുവൻ നൂലാണ്, ഊടും പാവുമായിട്ട്. അതിൽ നിന്ന് നൂലിനെ നീക്കിയാൽ വസ്ത്രം ഇല്ല. അപ്പൊ വസ്ത്രത്തിന്റെ സത്യം നൂലാണ് എന്ന് അന്വയിച്ച് വ്യതിരേകം ചെയ്ത് അനുമാനിച്ച് കാരണം കണ്ടെത്തും പോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഈ ഈശ്വരന്റെ തത്വത്തെ അനുമാനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഭഗവാനെ അനുമേയ തത്വ എന്ന് പറഞ്ഞു. അനുമേയ തത്വ സഹ അയം സ്ഥിതിവ്യതികര ഉപശമായ. സ്ഥിതിവ്യതികരം എന്ന് പറഞ്ഞാൽ, സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ്. വ്യതികരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. അപ്പൊ നിലനിൽപ്പിന് വ്യത്യാസം ഭവിക്കുക എന്ന് പറഞ്ഞാലോ നാശം ഭവിക്കുക എന്നാണ് അർത്ഥം. സ്ഥിതി വ്യതികരം എന്ന് പറഞ്ഞാൽ നാശം എന്നർത്ഥമാണ്. അപ്പൊ നാശത്തിന്റെ ഉപശമനായ എന്ന് പറഞ്ഞാലോ നാശത്തെ തടയാനായിക്കൊണ്ട്, ഈ ലോകത്തിന്റെ നാശത്തെ തടയുവാനായിക്കൊണ്ട് സത്വേന സൃഷ്ടാൻ സുരഗണാൻ നഹ അദബ്രകരുണേന വിലോകനേന ദൃശ്യാത്. അതാണ് സത്വേന സൃഷ്ടാൻ സുരഗണാൻ നഹ. സത്വഗുണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദേവഗണങ്ങളായ ഞങ്ങളെ അങ്ങയുടെ അനൽപമായ കരുണയോടുകൂടിയ അതിസുന്ദരമായ ദൃഷ്ടികളെ കൊണ്ട് ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കണം, ഞങ്ങളെ നോക്കണം. അങ്ങയുടെ കണ്ണുകൾ ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായ താമരയെപ്പോലും ക്ഷേപിക്കുന്നതാണ്. അരവിന്ദം ക്ഷിപത അദബ്രകരുണേന വിലോകനേന ദൃശ്യാത്. ഞങ്ങളെ ദർശിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ താല്പര്യം. അപ്പോ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന്, പുരുഷായ നമഃ പരസ്മൈ എന്ന് നമസ്കരിച്ചുവെങ്കിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഞങ്ങളെ കടാക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ദേവന്മാർ നരനാരായണന്മാരെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് പിന്നീട് നടന്നതെന്ന് പറയണം. ഏവം സുരഗണൈസ്താത ഭഗവന്തൗ അഭിഷ്ടുതൗ ലബ്ധാവലോകൈർ യയദുഃ
അർച്ചിതൗ ഗന്ധമാദനം. മൈത്രേയ മഹർഷി വിദുരനെ സംബോധന ചെയ്യണ താത, അല്ലയോ വത്സ, ഏവം സുരഗണൈഹി അഭിഷ്ടുതൗ ഭഗവന്തൗ. ഏവം ഇപ്രകാരം സുരഗണൈഹി സുരഗണങ്ങളാൽ ദേവസമൂഹങ്ങളാൽ അഭിഷ്ടുതൗ ഭഗവന്തൗ നന്നായി സ്തുതിക്കപ്പെട്ട രണ്ട് ഭഗവാന്മാർ നരനാരായണന്മാർ ലബ്ധാവലോകൈഹി സുരഗണൈഹി അർച്ചിതൗ അവര് ഞങ്ങളെ കടാക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴോ രണ്ടുപേരും അവരെ നന്നായിട്ട് അവലോകനം ചെയ്തു, കടാക്ഷിച്ചു. അതാണ് സുരഗണങ്ങൾ ലബ്ധ അവലോകന്മാരായി, കടാക്ഷം ലഭിച്ചവരായി എന്നർത്ഥം. ലഭിക്കപ്പെട്ട കടാക്ഷത്തോടുകൂടിയ സുരഗണങ്ങളാൽ അർച്ചിതൗ പൂജിക്കപ്പെട്ടവരായിട്ട് അവർ രണ്ടുപേരും ഗന്ധമാദനം യയതുഹു. ഗന്ധമാദനം എന്നുള്ളത് ഇവിടെ ബദരീനാഥത്തിലെ നരനാരായണ പർവ്വതത്തിന്റെ മറ്റൊരു പേരാണ് ഗന്ധമാദന പർവ്വതം. ഗന്ധം കൊണ്ട് മതിപ്പിക്കുന്നത് ഗന്ധമാദനം, നല്ല സുഗന്ധം കൊണ്ട് അവിടെ പോകുന്നവരെ ആഹ്ലാദിപ്പിക്കുന്നത് ഗന്ധമാദനം. അപ്പൊ ആ ഗന്ധമാദന പർവ്വതത്തിലേക്ക് അഥവാ ബദരികാശ്രമത്തിലെ നരനാരായണ പർവ്വതത്തിലേക്ക് യയതുഹു ദ്വിവചനമാണ്, രണ്ടുപേര് കൂടി യാനം ചെയ്തു. യയൗ എന്ന് പറഞ്ഞാൽ ഏകവചനം, യയതുഹു ദ്വിവചനം, യയുഹു ബഹുവചനം. ഇപ്പൊ ബഹുല്യവര് ഏകവുമല്ല, ദ്വി. അതുകൊണ്ട് യയതുഹു രണ്ടുപേരും യാനം ചെയ്തു. അപ്പൊ ഇവരെ കടാക്ഷിച്ചിട്ട് ദേവന്മാരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് നരനാരായണന്മാർ ഗന്ധമാദന പർവ്വതത്തിലേക്ക് ചെന്നു. എന്തിനാ? അവിടെ ചെന്ന് തപസ്സനുഷ്ഠിക്കാനായിക്കൊണ്ട്. അവരുടെ സ്ഥാനം അവിടെയാണ്. അവരാണ് ഈ രാമകൃഷ്ണന്മാരെന്ന് വിദുരന് മൈത്രേയൻ പറഞ്ഞു കൊടുക്കുന്നു. രാമകൃഷ്ണന്മാരല്ല, കൃഷ്ണാർജുനന്മാരെന്ന് മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുകയാണ്. തൗ ഇമൗ വൈ ഭഗവതൗ ഹരേരംശൗ ഇഹാഗതൗ ഭാരവ്യയായ ച ഭുവഃ കൃഷ്ണൗ യദുകുരുദ്വഹൗ. എല്ലാം ദ്വിവചനത്തിലാണ്. തൗ ഇമൗ വൈ ഭഗവതോ ഹരേഹേ അംശൗ ഇഹ ആഗതൗ ഭാരവ്യയായ ച ഭുവഃ കൃഷ്ണൗ യദുകുരുദ്വഹൗ. തൗ ഇമൗ ആ രണ്ടുപേർ തന്നെയാണ് ഈ രണ്ടുപേർ എന്ന് പറഞ്ഞാലോ. ആ കാലത്ത് സ്വയംഭുവ മന്വന്തരത്തിൽ ജനിച്ച ആ നരനാരായണന്മാരാണ് ഇപ്പോഴുള്ള ഈ വൈവസ്വത മന്വന്തരത്തിലെ ഇവർ. ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ടുപേരും ദേഹത്യാഗം കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ദേഹത്യാഗം അവരുടെ. വിദുരൻ മടങ്ങിച്ചെന്ന് ധൃതരാഷ്ട്രയെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് പാണ്ഡവന്മാരെല്ലാം പോകുന്നത്. അപ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അവരാണ് അവർ ആ കാലത്ത് ജീവിച്ചിരുന്നവർ. അപ്പൊ അവര് ആരാണ്? ഭഗവതഃ ഹരേഹേ അംശൗ, ഭഗവാൻ ഹരിയുടെ അംശജാതന്മാരായ രണ്ടുപേർ. ഇഹ ആഗതൗ ഇപ്പോ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്തിനായിട്ട്? ഭുവഃ ഭാരവ്യയായ ഭൂമിയുടെ ഭാരത്തെ വ്യയം ചെയ്യുവാൻ, നശിപ്പിക്കുവാനായിക്കൊണ്ട്, ഭൂമി ഭാരം തീർക്കുവാനായിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോഴും ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ആരാണവർ? കൃഷ്ണൗ. കൃഷ്ണൗ എന്ന് പറഞ്ഞാല് ദ്വൗ കൃഷ്ണൗ, ഏകഹന, ഒരു കൃഷ്ണനല്ല, രണ്ട് കൃഷ്ണന്മാർ. അർജുനന്റെ പേരും കൃഷ്ണനാണ്, കൃഷ്ണന്റെ പേരും കൃഷ്ണനാണ്. അങ്ങനെ രണ്ട് കൃഷ്ണന്മാർ എന്നാണ് കൃഷ്ണൗ എന്ന് പറയുന്നത്. അവരാരൊക്കെയാണ് രണ്ടുപേര് എന്ന് വിശദീകരിക്കുകയാണ്. യദുകുരുദ്വഹൗ, യദൂദ്വഹൗ കുരുദ്വഹൗ, യദൂദ്വഹ കുരുദ്വഹ രണ്ടും കൂടി ചേർത്തപ്പോഴാണ് യദുകുരുദ്വഹൗ. യദൂദ്വഹൻ എന്ന് പറഞ്ഞാൽ യദുവംശത്തെ വഹിക്കുന്നവൻ, യദുവംശത്തിന്റെ പരമ്പരയെ വഹിക്കുന്നവൻ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, യദുവംശജാതനായ കൃഷ്ണൻ. കുരുദ്വഹനോ കുരുവംശത്തെ ധരിക്കുന്നവൻ, കുരുവംശത്തെ ചുമക്കുന്നവൻ, കുരുവംശ സന്തതി അർജുനൻ. അതാണ് യദുകുരുദ്വഹൗ കൃഷ്ണൗ. യാദവ വംശത്തിൽ ജനിച്ച കൃഷ്ണനും കൗരവ വംശത്തിൽ അഥവാ പാണ്ഡവ വംശത്തിൽ ജനിച്ച
കൃഷ്ണനും. അങ്ങനെ രണ്ടുപേരായിട്ട് ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ആ രണ്ടുപേര് അങ്ങയുടെ സ്വന്തക്കാർ തന്നെ, അങ്ങേക്ക് വേണ്ടപ്പെട്ടവർ തന്നെ എന്ന് വിതുരനോട് പറയണം. അങ്ങ് നേരെ കാണുന്നില്ലേ അവരെ? ഇടയ്ക്കൊക്കെ അർജുനനും കൃഷ്ണനും അങ്ങേക്ക് പ്രിയപ്പെട്ടവരല്ലേ? അവർ വാസ്തവത്തിൽ നരനാരായണന്മാരാണ് എന്ന് മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതാ നരനാരായണന്മാരുടെ കഥ ഇവിടെ തീർക്കുകയാണ് 58. ഇനി തുടർന്ന് ദക്ഷന്റെ 14, 15, 16 സന്തതികളുണ്ട്. 13 പുത്രിമാരാണ് ധർമ്മന്. 13 പുത്രിമാരാണ് ധർമ്മന്റെ പുത്രിമാര്. ബാക്കി 14, 15, 16 പുത്രിമാരുടെ കഥ പറയുകയാണ്. സ്വാഹാഭിമാനിനശ്ച അഗ്നേഹേ ആത്മജാൻ ത്രീൻ അജീജനത് പാവകം പവമാനം ച ശുചിം ച ഹുതഭോജനം. ഇനി 14ാമത്തെ മകളാണ് സ്വാഹ. ദക്ഷന്റെ 14ാമത്തെ മകളുടെ പേര് സ്വാഹയാണ്. അഗ്നിദേവനെ വിവാഹം കഴിച്ചു അല്ലേ? അത് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ അഭിമാനിനഃ അഗ്നേഹേ സ്വാഹ ത്രീൻ ആത്മജാൻ അജീജനത്. ഇവിടെ അഭിമാനിനഃ അഗ്നേഹേ, അഗ്നിയുടെ വിശേഷണമാണ് അഭിമാനി എന്നുള്ളത്. അപ്പൊ അഭിമാനി ദേവതയായ അഗ്നിയിൽ നിന്ന് സ്വാഹ എന്ന ദക്ഷപുത്രി സ്വാഹ ത്രീൻ ആത്മജാൻ അജീജനത്, 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ത്രീൻ ആത്മജാൻ അജീജനത്, 3 പുത്രന്മാരെ ജനിപ്പിച്ചു. എന്തൊക്കെയാണ് അവരുടെ പേര്? പാവകൻ, പവമാനൻ, ശുചി. ഇവിടെ ഹുതഭോജനൻ എന്നുള്ളത് വിശേഷണമാണ് ഇതിന്റെ പാവകന്റെ. ഹുതത്തെ ഭുജിക്കുന്നവൻ, ഹോമിച്ചതിനെ ഭക്ഷിക്കുന്നവനായ പാവകനും പിന്നെ പവമാനൻ എന്നറിയപ്പെടുന്ന പുത്രനും ശുചി എന്നും പേര്. അല്ലെങ്കിൽ 3 പേർക്കും വിശേഷണമായിട്ട് ഹുതഭോജനം ചേരും. 3 പേരും അഗ്നിയിൽ ഹോമിക്കുന്ന പദാർത്ഥങ്ങളെ ഭുജിക്കുന്നവരാകുന്നു. അപ്പൊ അഗ്നിയുടെ തന്നെ അംശങ്ങളാണ് പാവകൻ, പവമാനൻ, ശുചി. ഹുതഭോജനന്മാരാണ് ഇവർ 3 പേരും. അഗ്നിയിൽ ഹോമിച്ചതിനെ ഭുജിക്കുന്നവർ എന്നർത്ഥമാണ്. തുടർന്ന് തേഭ്യോ അഗ്നയ സമഭവന് ചത്വാരിംശ പഞ്ചച തയേവൈകോന പഞ്ചാശത് സാകം പിതൃപിതാമഹൈഹി. ആ 3 പേരിൽ നിന്ന് ഉണ്ടായ സന്തതികളെ കുറിച്ചും പറയുകയാണ്. തേഭ്യ, ആ പാവകൻ, പവമാനൻ, ശുചി എന്ന 3 അഗ്നിപുത്രന്മാരിൽ നിന്ന് ചത്വാരിംശത് പഞ്ചച അഗ്നയ സമഭവന്. ചത്വാരിംശത് പഞ്ച എന്ന് പറഞ്ഞാൽ പഞ്ചചത്വാരിംശത് എന്നെടുക്കാം. ചത്വാരിംശത് 40 5 5 40 5 45. പഞ്ചചത്വാരിംശത് എന്ന് തിരിച്ചും പറയാം. അപ്പൊ 45 അഗ്നികള് ജനിച്ചു. അഗ്നികളെ വീണ്ടും ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ അഗ്നിക്ക് സ്വാഹയിൽ 3 പുത്രന്മാരുണ്ടായി. ആ 3 പുത്രന്മാരിൽ നിന്ന് 45 വിധം അഗ്നികൾ സംഭവിച്ചു സമഭവന്. പിതൃപിതാമഹൈഹി സാകം തേ ഏകോന പഞ്ചാശത്. പിതൃക്കളും പിതാമഹനോടും കൂടെ ഇവരെല്ലാവരും കൂടി ഏകോന പഞ്ചാശത്തായി. പഞ്ചാശത് എന്ന് പറഞ്ഞാൽ 50. അതിൽ ഏക ഊനം എന്ന് പറഞ്ഞാൽ 1 കുറവ്, 1 - 50. അപ്പൊ എത്ര? 49. 49 അഗ്നികളുണ്ട്. 45 പേരക്കുട്ടികള്, 3 മക്കള്, 1 അഗ്നി. മൂത്ത അച്ഛനായ അഗ്നി ഒരാള്, ആ അച്ഛന്റെ 3 മക്കള് പാവകൻ, പവമാനൻ, ശുചി.
അപ്പോൾ 1 3 4, 4 + 45 പൗത്രന്മാരും കൂടി ചേരുമ്പോൾ 49. അങ്ങനെ അഗ്നിയിൽ തന്നെ 49 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് നമ്മുടെ എന്താ പറയുക, ഋഷീശ്വരന്മാരുടെ സൂക്ഷ്മ ദർശനമാണത്. അവർ ഓരോരോ യാഗങ്ങളിലും അഗ്നിയുടെ നിറവും അതിൻ്റെ ജ്വാലയുടെ പ്രത്യേകതയും ഗന്ധവും ഒക്കെ നോക്കിയിട്ടാണ് ഇന്ന പേരാണ്, ഇന്ന അഗ്നിയാണെന്ന് വകതിരിച്ചറിയുക. അപ്പോൾ അഗ്നിയെ 49 വേർതിരിക്കാനുള്ള ദൃഷ്ടിയുള്ള വൈദികരായിരുന്നു, ഋഷീശ്വരന്മാരായിരുന്നു നമ്മുടെ പൂർവികർ. എന്നിട്ട് ഇന്ന അഗ്നിജ്വാല കാണുമ്പോൾ അത് ഇന്ന ദേവതയെ പ്രതിനിധീകരിക്കുന്നു, ഇന്ന ദേവതയുടെ പോസ്റ്റ്മാനാണ്, അദ്ദേഹത്തിലേക്ക് കൊടുത്താൽ ആ ദേവതയ്ക്ക് ചെന്നെത്തും. ഓരോ ദേവതയ്ക്കും പ്രത്യേകം പ്രത്യേകം അഗ്നികളാണ്. അപ്പൊ അതാത് അഗ്നികളിൽ സമർപ്പിച്ചാൽ അതാത് ദേവതയ്ക്ക് കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ ഏത് ദേവതയ്ക്ക് കൊടുക്കണോ ആ അഗ്നി പൊങ്ങി വരണം. കൊറിയർ സർവീസ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് എന്നൊക്കെ പറയും പോലെ ഇവരാണത് കൊണ്ടു കൊടുക്കുക അതാത് ദേവതകൾക്ക്. അപ്പോൾ നോക്കൂ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ 49 അഗ്നികളെ വിഭജിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു. വൈതാനികേ കർമ്മണി യത് നാമഭിർബ്രഹ്മവാദിഭിഃ ആഗ്നേയ ഇഷ്ടയോ യജ്ഞേ നിരൂപ്യന്തേ അഗ്നയസ്തുതേ. വൈതാനികേ യജ്ഞേ കർമ്മണി, വൈതാനികം വേദത്തിൽ വിസ്തരിച്ചിരിക്കുന്ന യജ്ഞകർമ്മങ്ങളിൽ, യന്നാമഭിഹി ഏതേത് നാമങ്ങളെ കൊണ്ടാണോ, ബ്രഹ്മവാദിഭിഹി വേദമന്ത്രങ്ങളെ പറയുന്നവരാൽ, ആഗ്നേയഃ ഇഷ്ടയഃ നിരൂപ്യന്തേ അഗ്നികളെ സംബന്ധിച്ച ദേവതകളോടുകൂടിയ ഇഷ്ടികൾ, ഇഷ്ടി എന്നാൽ യാഗം, നിരൂപ്യന്തേ ചെയ്യപ്പെടുന്നു, തേ അഗ്നയഃ അവരാകുന്നു ഈ പറഞ്ഞ 49 അഗ്നികൾ. അപ്പോൾ ഓരോ അഗ്നിക്കും അതിൻ്റെ ജ്വാലയുടെ നിറവും രൂപവും അതിൻ്റെ കത്തുന്ന ചൂടും അനുസരിച്ച് വേർതിരിച്ചിട്ടുണ്ട്. മഞ്ഞ നിറം, പച്ച നിറം, നീല നിറം, ചുവപ്പ് നിറം, കറുപ്പ് നിറം, ഗോൾഡൻ നിറം, വെള്ള നിറം, ഇതിൻ്റെയൊക്കെ മിക്സ്ചേഴ്സ്, ഇതിൽ ധൂമം കലർന്നാൽ, ധൂമമില്ലാതിരുന്നാൽ, ഇങ്ങനെ ഓരോ അഗ്നിക്കും ഓരോ പേര് കൽപ്പിച്ച് അതാത് ദേവതയ്ക്ക് വേണ്ട ദ്രവ്യങ്ങളെ അതിൽ ഹോമിച്ചു കൊടുക്കുന്നു. അതാത് കർമ്മബലം കൊണ്ടുകൊടുക്കാനുള്ള ശക്തിയും ഇവർക്കാണ്, ഈ അഗ്നികൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കർത്താവിനും നൽകാനുള്ള കർമ്മബലം നൽകാനുള്ള ശക്തി ഈ ഓരോ അഗ്നിക്കും പ്രത്യേകമായിട്ടുള്ളത് കൊണ്ടാണ് ഇവരെ പലതായി പറഞ്ഞിരിക്കുന്നത് എന്ന്. അത്ര സൂക്ഷ്മ നിരീക്ഷകന്മാരാണ് നമ്മുടെ പൂർവികരായ വൈദികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ. അത് സൂചിപ്പിക്കുകയാണ്. ഇനി സ്വധ എന്ന് പറയുന്ന 15ാമത്തെ മകളെക്കുറിച്ച് പറയുകയാണ്. സ്വാഹയുടെ കാര്യം പറഞ്ഞു. സ്വാഹയുടെ വംശത്തിൽ നിന്ന് അഗ്നിക്ക് 3 മക്കളും 45 പൗത്രന്മാരുമുണ്ടായി. ഇനി സ്വധ. അഗ്നിശ്വാത്ത ബർഹിഷദഃ സൗമ്യ പിതര ആജ്യപാഃ സാഗ്നയോ അനഗ്നയസ്തേഷാം പത്നി ദാക്ഷായണി സ്വധാ. ഇവിടെ പിതൃക്കളെ പറയുകയാണ്. പിതൃക്കൾക്ക് പല പേരുകളുണ്ട്. പിതൃക്കളെ 4 സംഘങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതാണ് അഗ്നിശ്വാത്തന്മാർ, ബർഹിഷത്തുക്കൾ, സൗമ്യന്മാർ, ആജ്യപന്മാർ. ഇതി പിതരഹ. പിതരഹ പിതൃക്കൾ. ആ പിതൃക്കളെ 4 സംഘങ്ങളായിട്ട് അഗ്നിശ്വാത്തന്മാർ, ബർഹിഷതന്മാർ, സൗമ്യന്മാർ, ആജ്യപന്മാർ എന്നിങ്ങനെ 4ആക്കി തിരിച്ചിരിക്കുന്നു. 4 സംഘങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഇവരിൽ ചിലര് സാഗ്നയ എന്ന് പറഞ്ഞാൽ അഗ്നികർമ്മങ്ങളോട് കൂടിയവർ ചിലർ, അനഗ്നയ ചിലർക്ക് അഗ്നികർമ്മങ്ങളില്ല.
അഗ്നികർമ്മങ്ങൾ ഇല്ലാത്തവരാണ് അനഗ്നികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടായും വിഭജിക്കാം പിതൃക്കളെ. അഗ്നികളോടുകൂടിയവർ, അഗ്നികളില്ലാത്തവർ. 4 സംഘം: അഗ്നിശ്വാത്തന്മാർ, ബർഹിഷത്തുക്കൾ, സൗമ്യന്മാർ, ആജ്യപന്മാർ എന്നിങ്ങനെ. അപ്പൊ ഇങ്ങനെ 4 പേരിൽ അറിയപ്പെടുന്നു. അവരുടെ പത്നി, തേഷാം പത്നി ദാക്ഷായണി സ്വധ. ഇവരുടെ പത്നിയാകുന്നു ദക്ഷപുത്രിയായ ദാക്ഷായണിയായ സ്വധ. സ്വധ എന്ന ദേവി. ഈ പിതൃക്കളുടെ ഭാര്യയാണ് സ്വധ എന്ന ദേവി. എന്നിട്ട് ആ സ്വതയ്ക്കുണ്ടായ മക്കളുടെ പേര് പറയണം. തേഭ്യോദാര കന്യേ ദ്വേ വയുനാം ധാരിണീം സ്വധാ ഉഭേതേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാനപാരകേ. തേഭ്യ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന്, ഈ പറഞ്ഞ പിതൃക്കളിൽ നിന്ന്, 4 സംഘം പിതൃക്കളിൽ നിന്ന്, സ്വദാദേവി വയുനാം ധാരിണീം ദ്വേ കന്യേ ദദാര. 2 കന്യകമാരെ ഗർഭം ധരിച്ചു. ഒരുത്തിയുടെ പേര് വയുന, മറ്റൊരാളുടെ പേര് ധാരിണി. വയുനയെയും ധാരിണിയെയും 2 കന്യകമാരെ സ്വധ ഇവരിൽ നിന്ന്, പിതൃക്കളിൽ നിന്ന് ഗർഭം ധരിച്ചു. പിന്നെ ഉഭയത്തെ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാന പാരകേ. ഈ സ്വതയുടെ 2 മക്കളുണ്ടല്ലോ, തേ ഉഭയത്തെ, അവർ 2 പേരും ബ്രഹ്മവാദിന്യവും എന്ന് പറഞ്ഞാലോ ബ്രഹ്മത്തെ വധിക്കുന്നവർ, വേദത്തെ പറയുന്നവർ, വേദം ചൊല്ലുന്നവർ, വേദം ഉപദേശിക്കുന്നവർ, ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നവർ. ആരാ? സ്ത്രീകളാ പറയാ. ആരാണ്? വയുനയും ധാരിണിയും. അവര് ജ്ഞാനവിജ്ഞാന പാരകേ. ഏകവചനം പാരക, പാരം ഗമിച്ചവൾ പാരക. 2 പേരായതുകൊണ്ട് പാരകേ. 2 പേരും പാരംഗമിച്ചവരാണ്. എന്തിന്റെ? ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും. ഇപ്പൊ വേദശാസ്ത്രങ്ങളുടെ അനുഭവജ്ഞാനവും ഉള്ളവരാണ് ഇവര്. അതുകൊണ്ട് ഇവർ 2 പേർക്കും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് സന്തതികളും ഉണ്ടായില്ല. അവർ 2 പേരും ബ്രഹ്മചാരിണികളും ബ്രഹ്മവാദിനികളുമായിരുന്നു. ഋഷീകകൾ എന്നാ പറയാ. ഋഷി പുല്ലിംഗ ശബ്ദം, ഋഷീക സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ ഈ 2 പേര് ഋഷീകകളായിരുന്നു. അനേക ഋഷീകകളുണ്ട്. ആയിരക്കണക്കിന് ഋഷീകകളുണ്ട് നമ്മുടെ പരമ്പരയിൽ. അതിൽ പ്രഗത്ഭരായിട്ടുള്ള 108 പേരുടെ പേരുകൾ എൻ്റെ കയ്യിലൊരു പുസ്തകം തന്നെ ഉണ്ട്. നമ്മുടെ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഋഷീകമാരുടെ 108 പേര് പ്രഗത്ഭരായിട്ടുള്ളവരുടെ പേര്. അപ്പൊ നോക്കൂ, ഇത് പുരുഷന്മാരുടെ ആധിപത്യമുള്ള സംസ്കാരമല്ല. അതൊക്കെ പിന്നീട് വന്നു ചേർന്ന അനാചാരങ്ങളൊക്കെയാണ്. പിന്നെ അതായത് സ്ത്രീകൾക്കും ഇവിടെ വേദപഠനം ഉണ്ടായിരുന്നു, ഉപനയനമുണ്ടായിരുന്നു, യാഗയജ്ഞങ്ങൾ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു, പഠിപ്പിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. യജ്ഞോപവീതം ഉണ്ടായിരുന്നു. അതായത് പൂണോലിട്ടിരുന്നു സ്ത്രീകൾ. വേദങ്ങളിൽ ധാരാളം പേര് അങ്ങനെയുള്ളവര് ഋഷീകകൾ എന്നാ പറയുക. ബ്രഹ്മവാദിനികൾ എന്ന് പറയും. ഗുരുകുലങ്ങളിൽ ബ്രഹ്മവാദിനികൾ പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതിനെ കുറിച്ചും പല ഉപനിഷത്തുകളിലും പ്രസ്താവനയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ത്രീകൾക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല ഇവിടെ. അതാണ് ഇവിടെ ബ്രഹ്മവാദിനികളായി തീർന്നു ആ 2 കന്യകമാർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രമാണങ്ങളാണ്. ശ്രീമദ് ഭാഗവതം പറഞ്ഞിരിക്കുന്നതാണ്. തേഭ്യോ ദദാര കന്യേ ദ്വേ വയുനാം ധാരിണീം സ്വധാ ഉഭേതേ ബ്രഹ്മവാദിന്യൗ ജ്ഞാനവിജ്ഞാന പാരകേ. ഇനി അവസാനത്തെ ഒരു മകളുടെ കാര്യം പറയാനുണ്ട്. ദക്ഷന്റെ 15 മക്കളെ പറഞ്ഞു. 16ാമതായിട്ട് സതീദേവി. ഭവസ്യ പത്നീ തു സതീ ഭവം ദേവം അനുവ്രത
ആത്മനഃ സദൃശം പുത്രം ന ലേഭേ ഗുണശീലതഃ. ഭവസ്യ പത്നി തു സതീ, ഭവന്റെ പത്നിയായ സതിയാകട്ടെ ഭവം ദേവം അനുവ്രത, ഭവനായ ദേവനെ അനുവ്രതയായി സേവിച്ചവളായി. ഗുണശീലതഃ ആത്മനഃ സദൃശം പുത്രം ന ലേഭേ, ഗുണം കൊണ്ടും ശീലം കൊണ്ടും തനിക്ക് സമാനനായ പുത്രനെ ലഭിച്ചില്ല. സതിക്ക് പുത്രന്മാരുണ്ടായില്ല എന്നും ഭവനെ മഹാദേവനെ വിവാഹം കഴിച്ചു സതീദേവി എന്നും ഇവിടെ ചുരുക്കി പറഞ്ഞു. പിതരി അപ്രതിരൂപേ സ്വേ ഭവായ അനാഗസേ രുഷാ അപ്രൗഢേവ ആത്മനാത്മാനം അജഹാദ് യോഗസംയുത. പിതര്യപ്രതിരൂപേ സ്വേ ഭവായ അനാഗസേ രുഷാ അപ്രൗഢേവ ആത്മനാത്മാനം അജഹാദ് യോഗസംയുത. ദേവി തന്റെ ദേഹത്തെ ത്യജിച്ചു എന്ന് പറയണം. അതിന്റെ കാരണവും പറയണം. എന്താണ്? അനാഗസേ ഭവായ സ്വേ പിതരി അപ്രതിരൂപേ, സ്വേ പിതരി അപ്രതിരൂപേ സതി. സ്വന്തം പിതാവ് പ്രതിരൂപം അല്ലാതിരുന്നപ്പോൾ, പ്രതിരൂപം എന്ന് പറഞ്ഞാൽ അനുകൂലം എന്നർത്ഥമാണ്. അപ്രതിരൂപം പ്രതികൂലനായപ്പോൾ, അപ്പൊ സ്വന്തം പിതാവ് ആരോട് പ്രതികൂലനായി? അനാഗസേ ഭവായ, ഭവായ എന്ന് പറഞ്ഞാൽ ഭവനോട്, മഹാദേവനോടായിക്കൊണ്ട് പ്രതികൂലനായി തീർന്നു. എങ്ങനെയുള്ള മഹാദേവനോട്? അനാഗസേ, അനാഗസ് എന്ന് പറഞ്ഞാൽ നിരപരാധി. ആഗസ് പാപമാണ്. ആഗസ് ഇല്ലാത്തവൻ, പാപരഹിതൻ, കളങ്കരഹിതൻ, അനാഗസ്. അതിന്റെ ചതുർത്ഥി അനാഗസേ. പാപരഹിതനായ, നിരപരാധിയായ, നിഷ്കളങ്കനായ മഹാദേവനോട് തന്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ പ്രതികൂലമായപ്പോൾ എന്തായി? രുഷാ, കോപിച്ചവളായിട്ട്, രോഷത്തോടു കൂടിയവളായിട്ട്, അപ്രൗഢായിവ യോഗയുത യോഗസംയുത ആത്മാനമജഹാദ്. അപ്രൗഢായിവ എന്ന് പറയുന്നുണ്ട്. അപ്രൗഢ എന്ന് പറഞ്ഞാല് പ്രൗഢയല്ലാത്തവളെ പോലെ. പ്രൗഢ എന്ന് പറഞ്ഞാൽ നല്ല പക്വത ഉള്ളവർ. അപ്പൊ പക്വതയില്ലാത്തവളെ പോലെ എന്നാണ്. എന്നുവെച്ചാൽ സതീദേവിയുടെ ഒരു അപക്വത കാണുന്നുണ്ട്. മഹാദേവൻ പോകണ്ട എന്നുള്ള 100 കാരണം കൊണ്ട് പറഞ്ഞ് നിഷേധിച്ചിട്ടും മഹാദേവനെ ധിക്കരിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ആ അപ്രൗഢത്വം, അപക്വതയാണ്. സ്നേഹനിധിയായ മഹാദേവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് പറയുമോ കാരണമില്ലാതെ? അപ്പൊ അത് മനസ്സിലാക്കാതെ താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് വാശി പിടിച്ചുകൊണ്ട് ഭർത്താവിനോട് ശുണ്ഠി കൂടിക്കൊണ്ട് അവിടുന്ന് വിട്ടുപോയത് തന്നെയാണ് അവൾ ചെയ്ത ആദ്യത്തെ പക്വരഹിതമായിട്ടുള്ള പ്രവൃത്തി. പിന്നീട് എടുത്തു ചാടി സ്വന്തം ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോ വാസ്തവത്തിൽ അപക്വത കാണിച്ചു. എടുത്തുചാട്ടക്കാരാണ് ഇങ്ങനെയുള്ള ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ആത്മഹത്യക്കാരുടെയൊക്കെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരുവളാണ് സതീദേവി. അപക്വയാണ്. സതീദേവി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ചെയ്തതെല്ലാം ന്യായീകരിക്കേണ്ട കാര്യവുമില്ല. അത് നമുക്ക് കഥ പറയുമ്പോൾ, ആ ഭാഗം പറയുമ്പോൾ എന്തൊക്കെയാണ് സതീദേവിക്ക് പറ്റിയ അബദ്ധം എന്ന് കാണാം. സതീദേവിക്കാണെങ്കിലും അബദ്ധം പറ്റും. അപ്രൗഢായിവ, പ്രൗഢയല്ലാത്തതുപോലെ, പക്വതയില്ലാത്തവളായിട്ട് എന്ത് ചെയ്തു? യോഗസംയുത, യോഗത്തെ ചേർന്നവളായിട്ട്, യോഗാരൂഢയായിട്ട്, ആത്മാനം അജഹാദ്, താൻ തന്നെ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. അജഹാദ് എന്ന് പറഞ്ഞാൽ ത്യജിച്ചു. തന്റെ ഉള്ളിൽ നിന്ന് തന്നെ അനിലാഗ്നി ധാരണ കൊണ്ട് അഗ്നിയെ വർദ്ധിപ്പിച്ച് ദേഹത്തെ അഗ്നിക്ക് കൊടുത്തു, അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെ
ദേഹം ത്യജിച്ചു, അതാണ് പുത്രനുണ്ടാവാതിരിക്കാനുള്ള കാരണം. അകാല മൃത്യു സംഭവിച്ചു എന്ന് പറഞ്ഞ് നിർത്തി മൈത്രേയ മഹർഷി. ഈ സമയത്ത് വിതുരൻ ഇതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമായിട്ട് ചോദ്യം ചെയ്യാണ് അടുത്ത അധ്യായത്തിൽ. അങ്ങനെയാണ് ദക്ഷയാഗം കഥ വിശദീകരിച്ച് മൈത്രേയ മഹർഷി പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അധ്യായം പൂർണ്ണമാകുകയാണ്, 1-ാം അധ്യായം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാളെ ചതുർത്ഥ സ്കന്ധത്തിലെ 2-ാം അധ്യായം മുതൽ ദക്ഷയാഗം കഥ ആരംഭിക്കുന്നു. കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.